ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ബോയ്സ് ആൻഡ് ഗേൾസ്, പ്ലാറ്റ്ഫോം 7 ഒരു പുതുപുത്തൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നതെന്ന് പറയേണ്ട ആവശ്യമില്ല. ഐ ലവ് മൈസൂർ ബാക്കിൽ തന്നെ കാണാം. ഞാനിപ്പോൾ നിൽക്കുന്ന മൈസൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷന് പുറത്താണ്. മൈസൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു പുതുപുത്തൻ യാത്ര ആരംഭിക്കാൻ പോവുകയാണ്. നമ്മുടെ കഴിഞ്ഞ യാത്ര മൈസൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ ആരംഭിച്ചത്. ഈ യാത്ര മൈസൂർ ജംഗ്ഷനിൽ തന്നെയാണ് ആരംഭിക്കുന്നത്. ഇന്ന് നമ്മൾ മൈസൂരിൽ നിന്ന് കേരളത്തിലെ ഏക ട്രെയിനായ 16315 മൈസൂർ തിരുവനന്തപുരം നോർത്ത് എക്സ്പ്രസ് ആണ് നമ്മൾ ഇന്നത്തെ യാത്ര. തിരുവനന്തപുരം വരെ പോകുന്നില്ല, തൃശ്ശൂർ വരെ പോകുന്നുള്ളൂ. ബാക്കി നമുക്ക് ഞാൻ യാത്രാ വിശേഷങ്ങളിലേക്ക് നമുക്ക് കടന്നു. ഇവിടെ നിന്ന് ഇനി അടുത്ത കുറച്ച് നേരത്തിനിടയ്ക്കുള്ള ഏക ഡിപ്പാർച്ചർ നമ്മുടെ വണ്ടിയാണ്. 16315 തിരുവനന്തപുരം നോർത്ത് എന്ന് എഴുതിയിട്ടുണ്ട്. 12:45 ഡിപ്പാർച്ചർ പ്ലാറ്റ്ഫോം നമ്പർ 2 ആണ്. ഇതാണ് മൈസൂരു ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ. മൈസൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ എനിക്ക് അത്ര നന്നായിട്ട് കഴിഞ്ഞ വീഡിയോയിൽ കാണിക്കാൻ പറ്റിയിട്ടുണ്ട്. ഇപ്രാവശ്യം ഞാൻ കുറച്ച് നന്നായിട്ട് തന്നെ കാണിച്ചേക്കാം. കഴിഞ്ഞ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ചെങ്കിൽ ഇവിടെ ഫുൾ ആളായിരുന്നു, നിറച്ച് തിരക്കായിരുന്നു. ഇപ്പോൾ തിരക്ക് കുറച്ച് കുറവുണ്ട്. നമ്മൾ ട്രെയിൻ പുറപ്പെടാൻ സമയമുള്ളതുകൊണ്ട് നമുക്ക് സമാധാനമായിട്ട് കുറച്ച് വിഷ്വൽസൊക്കെ ഒന്ന് എടുത്തിട്ട് പോകാം. ഇതാണ് മൈസൂർ ജംഗ്ഷൻ സ്റ്റേഷൻ. ഇത് ആക്ച്വലി പണ്ട് മഹാരാജാവിൻ്റെ കാലത്ത് പണിത ബിൽഡിങ്ങാണ്. അതിൻ്റേതായ ഒരു ഗ്രാൻഡ് സ്ട്രക്ചറാണ് ഈ കാണുന്നത്. ഇതാണ് സ്റ്റേഷൻ. സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു ആർട്ട് ഇൻസ്റ്റലേഷൻ ഉണ്ട്. എനിക്കൊന്ന് ട്രാവലേഴ്സ് ടൂറിസ്റ്റിനെ എന്നൊന്നും അവർ ഇതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട്. അകത്ത് കിടക്കുന്ന റെഡ് ട്രെയിനാണ് നമ്മുടെ ട്രെയിനും. ഇതാണ് മൈസൂർ സ്റ്റേഷൻ്റെ ബിൽഡിങ്ങിൻ്റെ ബാക്കി. അങ്ങേ അറ്റത്തായിട്ട് ഒരു പഴയ സ്റ്റീം ലോക്ക് പ്ലിന്തുണ്ട്. പക്ഷേ എൻ്റെ അവസ്ഥ അത്ര നല്ലതല്ല. ഇവിടെ ഓപ്പോസിറ്റായിട്ട് 2 വീലർ പാർക്കിംഗ്, അവിടെ പ്രീപെയ്ഡ് ഓട്ടോ എന്ന് എഴുതി. പ്രീപെയ്ഡ് ഓട്ടോ വർക്കിംഗ് അല്ല. രാവിലെ ഞാനിന്ന് വന്നപ്പോൾ വർക്കിംഗ് ആയിരുന്നില്ല. ഇപ്പോഴത്തെ അവസ്ഥ എനിക്ക് അറിയില്ല. എന്നാൽ പിന്നെ പതുക്കെ സ്റ്റേഷൻ്റെ ഉള്ളിലേക്ക് പോകാം. ഉള്ളിലേക്ക് പോയിട്ട് ബാക്കി വിശേഷങ്ങൾ ഞാൻ കാണിച്ചു തരാം. കാരണം മൈസൂർ സ്റ്റേഷൻ്റെ ഒരു മാപ്പ് എന്ന് പറയുന്നത്, മൈസൂർ സ്റ്റേഷൻ ആകെ ഒരു ഫുട് ഓവർ ബ്രിഡ്ജ് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ നഞ്ചങ്കോട് എൻഡിലൊരു സബ്വേ ഉണ്ടെന്ന് ഇതിൽ കാണിക്കുന്നത്. സബ്വേ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ ആദ്യമായിട്ട് അതിനെപ്പറ്റി കേൾക്കുന്നത് ചെയ്യുന്നത്. ഇവിടെ മറ്റേ വണ്ടിയുണ്ട്. അപ്പോൾ ഞാൻ സ്റ്റേഷൻ ബിൽഡിങ്ങിൻ്റെ മെയിൻ എൻട്രൻസ് വഴിയാണ് കയറി വന്നത്. മെയിൻ എൻട്രൻസ് വഴി കയറുന്ന പ്ലാറ്റ്ഫോം നമ്പർ 1ലേക്ക് വരുന്നത്. നല്ല ഭംഗിയുള്ള റൂഫ് സ്ട്രക്ചറാണ്. സമയം 11:42. ഈ കിടക്കുന്നതാണ് നമ്മുടെ വണ്ടി. നമ്മുടെ വണ്ടിക്ക് പോകാൻ ഇനി 1 മണിക്കൂർ 3 മിനിറ്റ് ഉണ്ട്. 12:45 ഇവിടെ നിന്ന് പോകത്തുള്ളൂ. അപ്പോൾ ഇതാണ് ബാക്കി പ്ലാറ്റ്ഫോം. നല്ല ഭംഗിയുള്ളൊരു പ്ലാറ്റ്ഫോമാണിത്. നേരത്തെ പറഞ്ഞാൽ ഇവിടെ ആകെ ഒരു ഫുട് ഓവർ ബ്രിഡ്ജില്ല. ആ കാണുന്നതാണ് ആ ഫുട് ഓവർ ബ്രിഡ്ജ്. ആ ഫുട് ഓവർ ബ്രിഡ്ജ് വഴി കടന്ന് നമുക്കെന്നാൽ പതുക്കെ നമ്മുടെ പ്ലാറ്റ്ഫോമിലേക്ക് പോകാം. ഞാൻ ലഞ്ച് വണ്ടി ഇവിടെ 12:45 പുറപ്പെടുന്നത്. അപ്പോൾ ലഞ്ച് വേണമെങ്കിൽ മേടിച്ചുകൊണ്ട് കയറണം, ഇവിടുന്ന് കയറുന്നവരുണ്ടെങ്കിൽ. കാരണം ട്രെയിൻ പാൻട്രി കാറില്ല, ഓൺബോർഡ് കാറ്ററിംഗ് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ലഞ്ച് വേണമെങ്കിൽ മേടിച്ചുകൊണ്ട് കയറണം. ഞാനൊന്നും മേടിക്കുന്നില്ല. കാര്യം ഞാനിപ്പോൾ ഒരു എന്താ പറയുക, ബ്രഞ്ച് കഴിച്ചിട്ട് വന്നേ ഉള്ളൂ. മൈസൂർ സ്റ്റേഷനിൽ പേ ന്യൂസ് വെയിറ്റിംഗ് ഹാൾ അവൈലബിൾ ആണ്. അത് ഈ കാണുന്ന സ്റ്റെയർ കേസിൻ്റെ പുറകിലാണ്. അത് നമ്മുടെ ഈ മുമ്പിലത്തെ ഒരു വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ട്. അത് ഞാൻ വീണ്ടും അത് കാണിക്കുന്നില്ല. എസ്കലേറ്റർ ഉണ്ട്. എസ്കലേറ്റർ അപ്പുറത്തെ ടിക്കറ്റ് ബുക്കിംഗ് ഹാളിൽ നിന്നാണ് കയറേണ്ടത്. ഞാൻ ഓൾറെഡി പ്ലാറ്റ്ഫോം എത്തുകൊണ്ട് ഞാൻ ഇപ്പോൾ പടി കയറി പോയേക്കാം. ഈ സ്റ്റേഷൻ പ്ലാറ്റ്ഫോം ഇരിക്കുന്നൊരു വളവിലാണ്. ഇതാണ് ഈ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോം. ഫുള്ള് വളവിലാണ് ഇതിരിക്കുന്നത്. നമ്മുടെ സ്റ്റേഷൻ്റെ റൈറ്റ് സൈഡിലായിട്ട് കോച്ചിങ് യാർഡാണ്. 6 പ്ലാറ്റ്ഫോം ഉണ്ട് മൊത്തത്തിൽ ഇവിടെ. ഇതാണ് മറുപുറം. ഇപ്പം കുറച്ചും കൂടി സ്ട്രെയിറ്റ് ആണ്. ഇതാണ് നേരത്തെ കാണിച്ചത് പുറത്തുനിന്ന് കാണിച്ച ബിൽഡിങ്ങൊക്കെ. ഈ നേരെ താഴെ കിടക്കുന്ന വണ്ടിയാണ് നമ്മുടെ വണ്ടി. അപ്പോൾ ഇവിടുന്ന് താഴോട്ട് പോകാൻ എസ്കലേറ്റർ ഒന്നുമില്ല. താഴോട്ട് പോകാൻ പടി അല്ലെങ്കിൽ ലിഫ്റ്റേ ഉള്ളൂ. സമയമുണ്ടോ നമുക്ക് പതുക്കെ പടി ഇറങ്ങിപ്പോൾ. അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്നതാണ് നമ്മുടെ വണ്ടി. റൈറ്റ് സൈഡിൽ കിടക്കുന്ന വണ്ടിയിൽ SS ഹുബളി മൈസൂർ പണ്ഡർപൂർ എന്നാണ് ബോർഡ്. അപ്പോൾ അത് ഹംപി എക്സ്പ്രസ് ബാർ മറ്റേ നമ്മുടെ ഗോൾ ഗുംബാസാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇവിടുന്ന് ട്രെയിനിന് പോകുകയെന്ന് പറയുന്നത് സത്യം പറഞ്ഞ ഒരു മണ്ടൻ ഐഡിയ ആണ്. കാര്യം ഇവിടുന്ന് തൃശ്ശൂരിലേക്ക് ബൈ ട്രെയിൻ 702 കിലോമീറ്ററാണ് വരുന്നത്. ബൈ റോഡ് വേ 322 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. അതുമാത്രമല്ല, ട്രെയിൻ ഇവിടുന്ന് ഇപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് 12:45 പുറപ്പെട്ടാൽ നാളെ രാവിലെ 2:45 തന്നെ അവിടെ കൊണ്ടുപോയിട്ടുള്ളൂ. അപ്പോൾ ഏകദേശം 14 മണിക്കൂറിൻ്റെ യാത്ര ഞാൻ ചെയ്യണം. അതേസമയം ഞാനിവിടുന്ന് ബൈ റോഡ് പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരു 8 മണിക്കൂർ അല്ലെങ്കിൽ 9 മണിക്കൂർ മാക്സിമം യാത്ര ചെയ്താൽ മതി. അതുകൊണ്ട് തന്നെ മൈസൂരിൽ നിന്ന് കേരളത്തിലേക്ക് പോകാൻ എപ്പോഴും തെക്കൻ കേരളത്തിലേക്ക് പോകണമെങ്കിൽ ഈ ട്രെയിൻ നല്ലൊരു ഓപ്ഷനാണ്. അല്ലാത്തവർക്കൊക്കെ തൽക്കാലം ബസ്സിനാണ് നല്ലൊരു ഓപ്ഷൻ. ഇനിയിപ്പോൾ നമ്മുടെ നിലമ്പൂർ നഞ്ചങ്കോട് പാതമെല്ലാം വന്നാൽ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ ഫോർ ദ ഫോർസിബിൾ ഫ്യൂച്ചർ ബസ്സിനാണ് നല്ല ഓപ്ഷൻ. ഇപ്പോൾ ഇന്ന് ഈ കഴിഞ്ഞ ട്രിപ്പിന് വേണ്ടി ഞാൻ മൈസൂരിലേക്ക് വന്നത് ബസ്സിനായിരുന്നു. ബസ്സിന് വന്നപ്പോൾ എനിക്ക് പെരിന്തൽമണ്ണയിൽ നിന്ന് വൈകുന്നേരം 4:45 പുറപ്പെട്ടു. രാത്രി 10:45 ഞാൻ മൈസൂരിൽ നിന്ന് ഇറങ്ങി. 6 മണിക്കൂർ എനിക്ക് എടുത്തുള്ളൂ. ഇപ്പോൾ ഈ യാത്രയിൽ ഞാനിപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് 12:45 ഇവിടെ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞാൽ ഞാനൊരു 2:45 അവിടെ എത്തി. അവിടെ നിന്നൊരു ബസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ 2 മണിക്കൂർ എടുക്കും. എങ്ങനെ പോലൊരു 6 മണിക്ക് മുന്നേ ഞാൻ പെരിന്തൽമണ്ണയിൽ എത്തില്ല. അപ്പോൾ ട്രെയിൻ സത്യം പറഞ്ഞാൽ നല്ലൊരു ഓപ്ഷനല്ല, നമ്മളൊരു കണ്ടൻറ്റ് ആക്കുന്നുവെന്ന് മാത്രം. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ കോച്ച് 241828A1.
ഞാൻ ശരിക്കും AC 3 tier-ആണ് ബുക്ക് ചെയ്തതാണ്. AC 3 tier-ന് ബുക്ക് ചെയ്ത് വെയിറ്റിംഗ് ലിസ്റ്റ് 3 ടിക്കറ്റ് എടുത്തപ്പോൾ. അത് വെയിറ്റിംഗ് ലിസ്റ്റ് 3 തന്നെ നിന്നു. യാത്രയ്ക്ക് ഒരു 2-3 ദിവസം മുമ്പ് അത് വെയിറ്റിംഗ് ലിസ്റ്റ് മാറി RAC 8 വന്നു. പിന്നെ ഒരു അനക്കം ഇല്ലാണ്ടിരിക്കുകയായിരുന്നു. ഇന്നലെ ചാർട്ട് പ്രിപ്പയർ ആയപ്പോൾ കൺഗ്രാജുലേഷൻസ് യു ഹാവ് ബീൻ അപ്ഗ്രേഡ് എന്ന് പറഞ്ഞ മെസ്സേജ് വന്നത്. എന്നിട്ട് നേരെ A1-ലേക്ക് ഒരു അപ്പർ ബർത്താണ്. നമ്മൾ സീറ്റ് നമ്പർ 46-ലാണ് ഇന്നത്തെ യാത്ര. അപ്പോൾ നേരെ A1-ലേക്ക് അവർക്ക് അപ്ഗ്രേഡേഷൻ വന്നു. ഇപ്പോൾ 2026 ആദ്യത്തെ AC 2 tier യാത്രയാണിത്. അത് അപ്ഗ്രേഡഡുമാണ്. അപ്പോൾ നമ്മൾ ട്രെയിൻ കയറുന്നതിന് മുമ്പ് സ്ഥിരമായിട്ട് ചെയ്യാറുള്ള പണി ചെയ്യുമ്പോൾ ലോക്കോ കണ്ടിട്ട് വരാം. ഏതെങ്കിലും റോയപുരത്തിൻ്റെ അല്ലെങ്കിൽ ഈറോഡിൻ്റെ ലോക്കോ ആണ് സാധ്യത. എനിക്ക് ഈ ട്രെയിൻ ഞാൻ പലപ്പോഴും കൃഷ്ണരാജപുരം ലോക്കോ വെച്ചും കണ്ടിട്ടുണ്ട്. കൃഷ്ണരാജപുരം ആണോ ഇതിൻ്റെ ലിങ്ക് എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി 16315 മൈസൂരു ജംഗ്ഷൻ തിരുവനന്തപുരം നോർത്ത് എക്സ്പ്രസ് ഡെയിലി സർവീസാണ്. നല്ലൊരു ബോർഡ് കൊടുത്തിട്ടുണ്ട് ഇതിന്. അതിന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. ഈ ലോക്കോ അതൊന്ന് നോക്കിയേക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ലോക്കോ 30363 റോയപുരം ഷെഡിൻ്റെ ലോക്കോ ആണ്. ഇവരാണ് നമ്മളെ ഇന്ന് വഹിക്കാൻ പോകുന്നത്. ഇതുവരെ EOG ഒന്നും കണക്ട് ചെയ്തിട്ടില്ല, HOG കണക്ട് ചെയ്തിട്ടില്ല, അതുകൊണ്ട് AC ഓൺ ആയിട്ടില്ല. ഇതിന് പവർ കേബിൾസ് ഇതുവരെ കണക്ട് ചെയ്തിട്ടില്ല. ഇതിന്മേൽ കിടക്കുന്ന കൺട്രോൾ കേബിളാണ്. പവർ കേബിളൊന്നും ഇതിന് അറ്റാച്ച് ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഇതിന് AC ഓൺ ചെയ്തിട്ടില്ല അവർ. ഈ കിടക്കുന്നത് നമ്മുടെ ചെന്നൈ മൈസൂരു വന്ദേ ഭാരത് എക്സ്പ്രസ് ആണ്. സൗതേൺ റെയിൽവേയുടെ ആദ്യത്തെ വന്ദേ ഭാരത് എക്സ്പ്രസ് ആയിരുന്ന ചെന്നൈ മൈസൂരു വന്ദേ ഭാരത് എക്സ്പ്രസ് ആണ് ഈ കിടക്കുന്നത്. ഇത് നമ്മൾ പുറകെ വരും, നമ്മളിത് ഓവർടേക്ക് ചെയ്യുകയും ചെയ്യും വഴിയിലിട്ട്. നമുക്ക് പുറപ്പെടാനുള്ള സിഗ്നൽ ആയിട്ടുണ്ട്. ഈ കാണുന്ന ഈ ഓറഞ്ച് കളർ ലൈറ്റ് മിന്നുന്നത് നമ്മുടെ സ്റ്റാർട്ടറിൻ്റെ റിപ്പീറ്ററാണ്. നമ്മൾ സ്റ്റാർട്ടർ സിഗ്നൽ ആയിക്കഴിഞ്ഞു. ശരിക്കും മറ്റേ ചെന്നൈ മൈസൂർ ശതാബ്ദി എക്സ്പ്രസ് വരണമായിരുന്നു. അത് കയറി വന്നോന്നറിയില്ല. അത് ഞാൻ ഔട്ടറിൽ വെയിറ്റ് ചെയ്യണം നമുക്ക് വേണ്ടിയൊന്നും അറിയില്ല. കൃത്യസമമായ 12:45 വണ്ടി വിട്ടു കേട്ടോ. ശതാബ്ദി എത്തിയിട്ടില്ല. അപ്പോൾ ശതാബ്ദി നമ്മൾ ക്രോസ് ചെയ്യും. അതായത് മൈസൂർ ജംഗ്ഷൻ. ഇവിടെ ഒരു 3 പീസാണ് ഉണ്ടായിരുന്നു. അവിടെ ഒരു പീസാണ്. അവിടെ മറ്റേ കർണാടു പീസാണ് കിടപ്പുണ്ട്. അത് ഹംപി എക്സ്പ്രസിൻ്റെ റേറ്റാണ്. അപ്പോൾ നമ്മളങ്ങനെ മൈസൂർ ജംഗ്ഷനിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുന്നു. ലെഫ്റ്റ് സൈഡിലാണ് നമ്മുടെ അരസിക്കര ലൈൻ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പോയ ലൈൻ. അപ്പോൾ അത് നിൽക്കുന്നത് നമ്മുടെ ചെന്നൈ മൈസൂർ ശതാബ്ദി ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ചെന്നൈ മൈസൂരു ശതാബ്ദി, സദേൺ റെയിൽവേയുടെ ആദ്യത്തെ ശതാബ്ദി. റോയൽപുരം 782 ആണ് ലോക്കോ. ശതാബ്ദി എക്സ്പ്രസിൻ്റെ ഈ ട്രെയിനിൽ നമ്മളൊരു വീഡിയോന് മുമ്പ് ചെയ്തിട്ടുണ്ട് ഞാൻ. അന്ന് നമ്മൾ ബാംഗ്ലൂർ ടു മൈസൂരാണ് യാത്ര ചെയ്തത്. ഇനി ഒരിക്കൽ കൂടി എനിക്കിനി യാത്ര ചെയ്യണമെന്നുണ്ട് ചെന്നൈയിൽ നിന്ന് മൈസൂർക്ക്. ഈ ട്രെയിൻ അനുഭൂതി എന്ന് പറഞ്ഞൊരു ക്ലാസ് ഉണ്ട്. ഇപ്പോഴും ഉണ്ടോയെന്നറിയില്ല. അനുഭൂതി എന്ന് പറഞ്ഞ ക്ലാസ് ഉണ്ടായിരുന്നു. ഈ ലാസ്റ്റ് കോച്ചാണ് അനുഭൂതി ക്ലാസ്. നമ്മളങ്ങനെ മൈസൂരിൽ നിന്ന് പുറത്തിറങ്ങി അങ്ങ് അകത്തോട്ട് പോകുന്നതാണ് അരസിക്കര ലൈന്. നമ്മൾ ഇന്നലെ യാത്ര ചെയ്ത ലൈന്. ആ അരസിക്കര ലൈനും നമ്മുടെ ലൈനും ഇടയ്ക്കുള്ളതാണ് മൈസൂർ ന്യൂ ഗുഡ്സ് ടെർമിനൽ. ഈ ട്രെയിനിൽ പൊതുവെ മൈസൂരിൽ നിന്ന് വലിയ തിരക്കുണ്ടാവില്ല. മൈസൂരിന് പൊതുവെ വേണ്ടി കാലിയായിട്ടാണ് പോകുന്നത്. വണ്ടിയുടെ തിരക്ക് മൊത്തം കയറുമ്പോൾ ബാംഗ്ലൂർ എത്തിയിട്ടാണ്. ബാംഗ്ലൂരിനാണ് തിരക്ക്. ഇവിടുന്ന് കയറുന്നതിൽ നല്ലൊരു ശതമാനം യാത്രക്കാരും മൈസൂർ വരെയുള്ള ബാംഗ്ലൂർ വരെയുള്ള ലോക്കൽ ടിക്കറ്റുകളാണ്.
പിന്നെ കുറച്ച് കേരളത്തിലേക്ക്, പ്രത്യേകിച്ച് സദേൺ കേരളത്തിലേക്ക്, ഇപ്പോൾ ആലപ്പുഴ സൈഡിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ റോഡിനെക്കാട്ടും നല്ലത് നിങ്ങൾക്ക് ട്രെയിൻ തന്നെയാണ്. കാര്യം റോഡ് യാത്രയുടെ സ്പീഡ് റോഡിന് തന്നെയാണ്, പെട്ടെന്ന് ഓടിയെത്തുന്ന റോഡ് വൈസ് തന്നെയാണ്. പക്ഷേ കുറച്ചും കൂടി കംഫർട്ടബിളായിട്ട് ട്രെയിനിന് പോവാം, ചിലവും കുറയും ഒബ്വിയസ്ലി. അപ്പോൾ ഒരു ഗുഡ്സ് ടെർമിനൽ ടാറ്റാ നഗറിന് 31555 ഒരു വാക്സാൻ കിടക്കുന്നു, 2 വാക്സാൻ ഒരു വാഗൺ9 കിടക്കുന്നു. അപ്പോൾ അതൊരു WDG4, അതിനുള്ളിൽ ഒരു ട്വിൻ വാഗൺ9, കുറേ ലോക്കോസ് ഉറപ്പുണ്ടല്ലോ ഇവിടെ. ഇവിടെ ഒരു വാഗൺ കെയർ സെൻ്റർ ഉണ്ട്. വാഗൺ കെയർ സെൻ്ററാണ് ഈ കാണുന്നത്. മൈസൂർ ന്യൂ ഗുഡ്സ് ടെർമിനൽ, അതിനുള്ളൊരു DP14 കിടക്കുന്നുണ്ട്. അരസിക്കര ലൈൻ നമുക്ക് കാണാൻ പറ്റില്ല, അത് ഈ ബിൽഡിങ്ങുകളുടെയൊക്കെ അപ്പുറത്തെ സൈഡിലോട്ട് പോയി കഴിഞ്ഞു. നമ്മുടെ കഴിഞ്ഞ വീഡിയോ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അരസിക്കര ലൈനൊക്കെ നല്ല ഭംഗിയായിട്ട് കാണാം. ആ പോകുന്ന ലൈന് എനിക്കൊന്ന് അരസിക്കര ലൈനോട് പോയി ജോയിൻ ചെയ്യുന്ന ലൈനാണ് തോന്നുന്നു, ആ വളഞ്ഞു പോകുന്ന ലൈന്. കാര്യം അൺഇലക്ട്രിഫൈഡ് ലൈനാണ്. നമ്മൾ അരസിക്കര ലൈനിൽ നിന്ന് ഈ ഒരു ലൈൻ കണ്ടായിരുന്നു ഇന്നലെ. ഇതൊരു ഡെഡിക്കേറ്റഡ് സൈഡിങ് ആണിത്. ഇത് മറ്റേ നമ്മുടെ കറൻസി അടിക്കുന്ന പ്രസ്സിലോട്ട് പോകുന്ന ലൈനാണിത്. ഗവൺമെൻറ് മിൻറ്റിലോട്ട് പോകുന്ന ലൈനാണ്. കാവേരി നദിയായിരുന്നു, കാവേരി സൗത്ത്. ഇത് ശ്രീരംഗപട്ടണം സ്റ്റേഷൻ. ഇത് കഴിഞ്ഞാണ് കാവേരി നോർത്ത് ബ്രിഡ്ജ്. ഇതാണ് ശ്രീരംഗപട്ടണത്തിലെ സ്റ്റേഷൻ ബിൽഡിങ്. ഇത് ഭംഗിയുള്ളൊരു സ്റ്റേഷനല്ല. ഈ സ്റ്റേഷൻ ബിൽഡിംഗ് നമുക്ക് കാണിച്ചിട്ട് എനിക്ക് ഓർമ്മയില്ല, ആദ്യമായിട്ടാണ് ഈ സ്റ്റേഷൻ ബിൽഡിംഗ് കാണിക്കുന്നത്. അപ്പുറത്തൊരു ബ്യൂട്ടിഫുൾ അമ്പലമുണ്ട്. കഴിഞ്ഞാണ് കാവേരി നോർത്ത് ബ്രിഡ്ജ്. അപ്പോൾ അങ്ങനെ കാവേരി നദിയെ നമ്മൾ കടന്ന് നമ്മൾ ടുവേർഡ്സ് ബാംഗ്ലൂർ പ്രൊസീഡ് ചെയ്യണം. ഇനി നമ്മൾ വീണ്ടും ഈ കാവേരി നദി നമ്മൾ പാസ് ചെയ്യും രാത്രിയിൽ ഈ റോഡിനടുത്ത് വെച്ച്. നമ്മുടെ ഈ മൈസൂർ ബാംഗ്ലൂർ റൂട്ട് ഞാൻ നന്നായിട്ട് പല പ്രാവശ്യം കവർ ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് ഫുള്ള് റിപ്പീറ്റ് അടിച്ച് ബോറടിപ്പിക്കുന്നില്ല. പാണ്ഡവപുര സ്റ്റേഷനാണ്. അവിടെ പഴയ ICF കോച്ചുകൾ പൊളിക്കാനിട്ടിരിക്കുന്നതാണ്. ഓപ്പോസിറ്റ് ലൈൻ ഒരു ആംബറുണ്ട്. ഒരു വാപ്സാൻ ഹൗളിൽ ട്രെയിൻ കയറി വരുന്നുമുണ്ട്. വാപ്സാൻ 39 മറന്നു നമ്പർ ഓർമ്മ. ഇത് വൈകി ഓടുന്ന ബസവ എക്സ്പ്രസ് ആണ്, ബാഗൽകോട്ട് മൈസൂർ ബസവ എക്സ്പ്രസ്. ഇന്ന് ഏകദേശം 3-3.5 മണിക്കൂർ ലേറ്റാണ് വണ്ടി. ഇവിടെയൊക്കെ കാവേരിയിൽ നിന്ന് നല്ലോണം വെള്ളം കിട്ടുന്ന ഏരിയയുണ്ട്. നല്ലോണം അഗ്രികൾച്ചറുണ്ട്. കരിമ്പും അതുപോലെ അരിയും, ഇത് രണ്ടും ഇവിടുത്തെ പ്രധാന കൃഷിയാണ്. കരിമ്പ് ഈ നമ്മുടെ മണ്ഡ്യ എന്ന് പറയുന്ന ഷുഗറും അതുപോലെ ശർക്കരയ്ക്കും വളരെ ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. അതുപോലെ മണ്ഡ്യയുടെ ഒരു സ്പെസിഫിക് ഗ്രേഡ് ഓഫ് അരിയും വളരെ ഫേമസ് ആണ്. ഇവിടെ ദോശയൊക്കെ അരയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു തരം അരിയുണ്ട്. അതൊരു തരം കുത്തരി പോലത്തെ ഒരു പാർബോയിൽഡ് റൈസ് ആണത്.
ചന്ദ്രഗിരി കൊപ്പൾ. നമുക്കിനി ഹോൾട്ട് ഉള്ളത് മണ്ഡ്യയിലാണ്. എനിക്ക് തോന്നുന്നു മണ്ഡ്യയ്ക്ക് മുമ്പ് മിക്കവാറും വന്ദേ ഭാരത് നമ്മൾ ഓവർടേക്കാൻ സാധ്യതയുണ്ട്. കാര്യം വന്ദേ ഭാരത് ഇപ്പോൾ അവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ടാവും. വന്ദേ ഭാരത് ഓൾറെഡി മൈസൂരിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ടാവുന്നില്ല, മൈസൂരിൽ നിന്ന് പുറപ്പെട്ട് കഴിഞ്ഞു വന്ദേ ഭാരത് ഓൾറെഡി. ഓവർടേക്കിന് വേണ്ടി നമ്മൾ എവിടെ പിടിച്ചിടുക എന്നറിയാനൊരു ആകാംക്ഷ കുറച്ച് ഡോർക്കണം നിന്നതാണ്. ഇതിപ്പോൾ വ്യാതരഹള്ളി അല്ല നമ്മൾ പിടിച്ചെടുത്തത്. വ്യാതരഹള്ളിയല്ല, ഒരു പുത്തൻ റേക്കറൊക്കെ ഉണ്ടല്ലോ. മിക്സ്ഡ് ആണെന്ന് തോന്നുന്നു, പുതിയതും POSും. നമുക്കിപ്പോൾ അധികം താമസിച്ചാൽ ഒരു ഓവർടേക്കും ഒരു ക്രോസിങ്ങും വരാനുണ്ട്. ഓവർടേക്ക് ഇതാണ് നമ്മുടെ വന്ദേ ഭാരത് എക്സ്പ്രസ് ആണ്, ക്രോസിങ് രാജറാണി എക്സ്പ്രസ് ആണ്. ഒരു ചെറിയ സ്ട്രെച്ച് ഉണ്ട്, അപ്പ് ലൈനും ഡൗൺ ലൈനും സെപ്പറേറ്റ് അലൈൻമെൻറ്റ് എടുക്കുന്നത്. സെപ്പറേറ്റ് അലൈൻമെൻറ്റ് എന്ന് പറയാൻ പറ്റില്ല, ചെറിയ കുന്നിൻ്റെ അപ്പുറം ഇപ്പുറം ഓടുള്ളൂ. നമ്മളൊന്ന് സ്പീഡ് കുറഞ്ഞ പോലെ തോന്നുന്നു എനിക്ക്. നമ്മൾ എലിയൂർ എന്ന് പറഞ്ഞ സ്റ്റേഷനത്താണ്. ഇവിടെ വലിയ ബലാസ്റ്റ് സൈഡിങ് ഉണ്ട്. എന്ത് വൃത്തിയായിട്ട് അല്ലാതെ അടുക്കി വെച്ചിരിക്കുന്നത് കണ്ടോ. ഇവിടെ ഇപ്പോൾ കൊണ്ടുവന്ന് ഇറക്കിയിട്ടുള്ളൂ, നിങ്ങൾ അടുക്കിയിട്ടില്ല ഇതുവരെ. ഇവിടെയൊക്കെ കൊണ്ടുവന്ന് ഇറക്കിയിട്ടുള്ളത്, ഇനി അടുക്കാൻ പോകുന്നുള്ളൂ ഇവരെ. ലെഫ്റ്റ് സൈഡ് നല്ല ഈക്വലി ബ്യൂട്ടിഫുൾ ആട്ടോ. നമ്മൾ ലൂപ്പിലോട്ട് കയറി. ഇതാണ് എലിയൂർ സ്റ്റേഷൻ. അടുത്ത സ്റ്റേഷനെ മണ്ഡ്യയിൽ നമുക്ക് സ്റ്റോപ്പ് ഉള്ളതാണ്. പക്ഷെ മണ്ഡ്യയിൽ എൻ്റെ അറിവിൽ ലൂപ്പ് ലൈൻ ഇല്ല, ലൂപ്പ് ലൈനിൽ പ്ലാറ്റ്ഫോം ഇല്ല. അതുകൊണ്ട് നമ്മൾ ഇവിടെ തന്നെ പിടിച്ചിടും. ഇവിടെ സ്ഥിരമായിട്ട് പിടിച്ചിടാറുണ്ടെന്ന് തോന്നുന്നു. ആൾക്കാർ വണ്ടി കാത്തു നിൽക്കുന്നുണ്ടല്ലോ ഇവിടെ. ഇല്ല, അത് റെയിൽവേ ജീവനക്കാരാണ്. നമ്മളങ്ങനെ എലിയൂരിലെത്തി. ഓപ്പോസിറ്റ് സൈഡിലും സ്റ്റാർട്ടർ പച്ചയായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ രാജറാണി വരാറായിട്ടുണ്ട്. വന്ദേ ഭാരത് എവിടെ എത്തി എന്നുള്ള അറിയില്ല കേട്ടോ. കൃഷ്ണരാജപുരത്തിന് ഒരു മൈസൂർ രാജധാനി എക്സ്പ്രസ്. ചെന്നൈയിലെ വന്ദേ ഭാരത് എക്സ്പ്രസ് പോയി. ഇവൻ 2:45 3 മണിയാകുമ്പോഴേക്കും ബാംഗ്ലൂർ പാസ് ചെയ്യും. നമ്മൾ 4:45 ബാംഗ്ലൂർ പാസ് ചെയ്യുള്ളൂ. അപ്പം അങ്ങനെ നമ്മൾ നമ്മുടെ അടുത്ത സ്റ്റോപ്പായ മണ്ഡ്യയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഈ ട്രെയിനിന് പണ്ട് മൈസൂരും ബാംഗ്ലൂരിൻ്റെയൊക്കെ സ്റ്റോപ്പുകൾ വളരെ കുറവായിരുന്നു. ഇപ്പം ഇതിനവർ മണ്ഡ്യ ഉണ്ട്, മದ್ದൂരുണ്ട്, രാംനഗർ ഉണ്ട്, കെങ്കേരി ഉണ്ട്. അങ്ങനെ മണ്ഡ്യ സ്റ്റേഷനിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ അത് പ്ലാറ്റ്ഫോം 1-ൻ്റെയും 2-ൻ്റെ ഇടയ്ക്ക് മെയിൻ ലൈനുകളുടെ ഇടയ്ക്ക് ഫെൻസ് ചെയ്തിരിക്കുന്നുണ്ടോ, ആൾക്കാർ ട്രാക്ക് അടക്കാണ്ടിരിക്കാൻ വേണ്ടിയാണ്. നല്ല തിരക്ക് വരാനുണ്ട് ബാംഗ്ലൂർക്ക്. നമുക്ക് കുറേ ബസവ എക്സ്പ്രസ് വരാനുണ്ട്. പക്ഷേ ബസവ എക്സ്പ്രസ്സിന് പ്രശ്നം എന്താ വെച്ചാൽ ബസവ എക്സ്പ്രസ്സിന് വഴിയിലിട്ട് ഇവൻ ഓവർടേക്ക് ചെയ്യും, നമ്മുടെ എന്താ പറയുക ശതാബ്ദി ഓവർടേക്ക് ചെയ്യും. ഈ ട്രെയിൻ ശതാബ്ദിക്ക് മുന്നേ ഓടി ബാംഗ്ലൂരിലേക്ക് വരും.
അത് കുറേ കൂടി ഇവനെയാണ് പ്രിഫർ ചെയ്യുക. അത്യാവശ്യം ലേറ്റാണ്. മണ്ഡ്യ സ്റ്റേഷൻ്റെ അവിടെ എന്തൊക്കെ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. അപ്പോഴത്താണ് മെയിൻ സ്റ്റേഷൻ ബിൽഡിങ്. മെയിൻ ലൈൻ പ്ലാറ്റ്ഫോംസ് പ്ലാറ്റ്ഫോം 2 ഉം 3 ആണ് ഇവർ മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. ലൂപ്പ് ലൈൻ പ്ലാറ്റ്ഫോംസ് അങ്ങനെ ഉപയോഗിച്ച് കാണാറില്ല. അപ്പുറത്തൊരു ലൂപ്പ് ലൈൻ പ്ലാറ്റ്ഫോം ഉണ്ടെങ്കിൽ നമ്മുടെ ഓവർടേക്ക് ഇവിടെ മതിയായിരുന്നു. അപ്പോൾ അങ്ങനെ മണ്ഡ്യ എടുക്കുക. സമയം 1:51 ഇപ്പോഴത്തെ ക്ലോക്കിൽ. അടുത്ത സ്റ്റോപ്പിന് മദ്ദൂരാണ്. മദ്ദൂർ വട വളരെ ഫേമസ് ആണല്ലോ. ആ മദ്ദൂരാണ് ഈ സ്റ്റോപ്പുള്ളത്. മദ്ദൂർ സ്റ്റേഷനിലെ ക്യാൻറ്റീനിൽ ഇപ്പോൾ വട ഉണ്ടാക്കുന്നില്ല എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. കാര്യം ഒരു പർട്ടിക്കുലർ ആൾ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ഒരു വടയായിരുന്നു സംഭവം. ആ ഒരു മദ്ദൂർ ടിഫിനീസ് എന്ന് പറഞ്ഞൊരു ഹോട്ടൽ ചെയിൻ നടത്തുന്നത്. അയാളല്ല, അങ്ങേരെ കുടുംബക്കാർ. അപ്പോൾ അങ്ങനെ മണ്ഡ്യ കഴിഞ്ഞു. ഇനി പോകുമ്പോൾ സ്റ്റോപ്പുള്ളത് മദ്ദൂരാണ്. സ്റ്റോപ്പല്ല, ഫെൻസിങ് ഉണ്ട്. സ്റ്റേഷൻ കഴിഞ്ഞ് പിന്നെ നീണ്ടത് പറഞ്ഞ് കിടക്കുക. പിന്നെ വേറെന്തെങ്കിലും കാരണമുണ്ടോ അങ്ങനെ ഫെൻസ് ചെയ്യുന്നതാണെന്ന് അറിയില്ല കേട്ടോ. നിങ്ങൾ അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. ഇവിടെ ഒരു OHC ഇൻസ്പെക്ഷൻ കാർ കിടക്കുന്നുണ്ട്. അതിനുള്ള പുതിയ ഷെഡാണ് ബാക്കിൽ പണിതിരിക്കുന്നത്. മണ്ഡ്യ എന്ന് പറയുന്നത് ഷുഗർ ഇൻഡസ്ട്രിക്ക്, ഷുഗർ ആൻഡ് ജാഗര ഇൻഡസ്ട്രിക്ക് വളരെ ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ്. ഷുഗർ സിറ്റി എന്നറിയപ്പെടാറുണ്ട് മണ്ഡ്യ. വളരെ പെട്ടെന്ന് നമ്മൾ അടുത്ത സ്റ്റോപ്പായ മദ്ദൂരിലേക്ക് എത്തായിരുന്നു. മണ്ഡ്യയിൽ നിന്ന് മദ്ദൂരിലേക്ക് എനിക്ക് തോന്നുന്നൊരു 20 കിലോമീറ്ററോ മറ്റേ ദൂരമുള്ളൂ. വെയിലിന് നല്ല ചൂടുണ്ട്. ഇവിടെ ആക്ച്വലി വളരെ യുണീക്കാണ്. ഇവിടെ റൈറ്റ് സൈഡിലോട്ട് നല്ലോണം വീടുകളും കൺസ്ട്രക്ഷൻസൊക്കെ ഉണ്ട്. കാരണം ഹൈവേ റൈറ്റ് സൈഡിലാണ്. അപ്പോൾ ഹൈവേയോട് ചേർന്ന് നല്ലോണം ഡെവലപ്മെൻ്റ് ഉണ്ട്. ഉള്ളിലോട്ട് റെയിൽവേ ട്രാക്കിൻ്റെ ഈ സൈഡൊക്കെ കൂടുതലും കൃഷിയും ഗ്രാമപ്രദേശവും ഒക്കെയാണ്. ഡെവലപ്മെൻറ്റ് മൊത്തം ഹൈവേയോട് ചേർന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് മദ്ദൂർ സ്റ്റേഷനിലേക്ക് എത്തുന്നു. ലോറിപ്പേട്ടാണ് ഇവിടെ. ആക്ച്വലി ഇത് ട്രക്ക് ഗുഡ്സ് അൺലോഡിങ് ഉണ്ട്. ആ ലൈന്, ആ ലാസ്റ്റ് ലൈൻ ഗുഡ്സ് അൺലോഡിങ്ങിൻ്റെ ലൈനാണ്. അതൊക്കെ പ്ലാറ്റ്ഫോമും കോച്ചും തമ്മിൽ നല്ല ഗ്യാപ്പുണ്ട്. അത് പ്ലാറ്റ്ഫോം വളവിലായതുകൊണ്ടുള്ള കുഴപ്പമാണ്. പ്ലാറ്റ്ഫോം കേർവിലായതുകൊണ്ട് കൂടുതൽ ക്ലിയറൻസ് ഇട്ട് പണിയണം. അതുകൊണ്ടാണ് ഇങ്ങനെ ഗ്യാപ്പ് വരുന്നത്. ഇതാണ് മദ്ദൂർ സ്റ്റേഷന് മറുപുറം. ഇതാണ് പഴയ റിഫ്രഷ്മെൻറ്റ് റൂം. ഇവിടെയാണ് മദ്ദൂർ വട ജനിച്ചു എന്ന് പറയപ്പെടുന്ന സ്ഥലം. അന്നും ഇങ്ങനെ തന്നെയായിരുന്നു അറിയില്ല. ഇപ്പോൾ ഈ റിഫ്രഷ്മെൻറ്റ് റൂം ഇവരെല്ലാം ഓപ്പറേറ്റ്. ഇപ്പോൾ റിഫ്രഷ്മെൻറ്റ് കൂട്ടി കിടക്കുകയാണ്. 2024 ഇത് കഴിഞ്ഞിട്ട്, കോൺട്രാക്റ്റ് കഴിഞ്ഞിട്ടാണ് അതിൽ എഴുതിയിരിക്കുന്നത്. ഇതാണ് മദ്ദൂർ സ്റ്റേഷൻ ബിൽഡിങ്. അപ്പോൾ അങ്ങനെ നമ്മൾ മദ്ദൂരിൽ നിന്ന് യാത്ര പുറപ്പെട്ടു. ഇനി നമുക്ക് സ്റ്റോപ്പുള്ളത് രാമനഗരയിലാണ്. രാമനഗരമാണ് നെക്സ്റ്റ് സ്റ്റോപ്പ്. രാമനഗരം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കെങ്കേരി, അതിൻ്റെ പിന്നെ ബാംഗ്ലൂർ സിറ്റി. നമ്മൾ ശരിക്കും ബാംഗ്ലൂർ സിറ്റി എത്തേണ്ടത് വൈകുന്നേരം 4:30 മറ്റാണ് നമ്മുടെ സ്കെഡ്യൂൾഡ് ടൈം പ്രകാരം.
പക്ഷേ വണ്ടി സാധാരണ ഇതിലൊരു 3:30 കഴിയുമ്പോൾ തന്നെ എത്താറുണ്ട്. 3:30 ആകുമ്പോഴേക്കും ഇത് ബാംഗ്ലൂർ KSR ബംഗളൂരു സിറ്റിയിൽ പോയി എത്താറുണ്ട്. പിന്നെ അവിടെ 4:45 4:50 ഷെഡ്യൂൾ ഡിപ്പാർച്ചർ. അതുവരെ അവിടെ കിടക്കും. ഇത് HOG പവേർഡ് ആയതുകൊണ്ട് AC ഓഫ് ആവില്ല. മറ്റേ പഴയ സെൽഫ് ജനറേറ്റിംഗ് ICF കോച്ച് ആണെങ്കിൽ 1.5 മണിക്കൂറൊക്കെ കിടക്കണമെങ്കിൽ അവർ AC ഓഫ് ചെയ്തിട്ടുണ്ട്. കാര്യം ബാറ്ററി ഡിസ്ചാർജ് ആയി പോകും. ഈ മധൂർ സ്റ്റേഷൻ വിട്ടുകൊണ്ട് നമ്മൾ ഷിംഷാ നദിയെ പാസ് ചെയ്യണം. ഇതാണ് ഷിംഷാ നദി. ആ തൊട്ട് പാരലായിട്ട് പോകുന്നത് ഹൈവേ ആണ്. ഓപ്പോസിറ്റ് ലൈനൊരു പച്ച കണ്ടു. എൻ്റെ അറിവിൽ ഈ സമയത്ത് ട്രെയിനൊന്നും ഇല്ല. ഫ്ലൈറ്റ് വല്ലതും ആണോ അതിന് ലൈറ്റ് മൂവ്മെൻറ്റ് വല്ലതും ആണോ എന്നറിയില്ല കേട്ടോ. നമ്മളിപ്പോൾ ഏകദേശം ചന്നപട്ടണം എത്താറായിട്ടുണ്ട്. ചന്നപട്ടണം നമുക്ക് സ്റ്റോപ്പില്ല, റൺ ത്രൂ ആണ്. ചന്നപട്ടണം എന്ന് പറയുന്നത് ഹാൻഡ് മെയ്ഡ് ടോയ്സിന് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു നഗരമാണ്. നാച്ചുറൽ ഡൈസ് ഉപയോഗിച്ചുള്ള കളർ ചെയ്ത ഹാൻഡ് മെയ്ഡ് ടോയ്സ്. അതൊരു പാസഞ്ചറായിരുന്നു. എനിക്കൊന്ന് ചന്നപട്ടണം ബാംഗ്ലൂർ പാസഞ്ചറായിരുന്നു തോന്നുന്നത്. അടുത്ത സ്റ്റേഷൻ രാമനഗരമാണ്. രാമനഗരത്തിൽ നമുക്ക് ഹോൾട്ടുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ ഷോലെ നഗരത്തിലേക്ക് എത്തുകയാണ്. ഷോലെ സിനിമ ഷൂട്ട് ചെയ്ത രാമനഗരത്തിലേക്ക് എത്തുകയാണ്. അർക്കാവതി നദിയായി. അർക്കാവതി നദി. എന്താ പുതിയ ഫുട് ഓവർ ബ്രിഡ്ജ് എന്താ വരുന്നുണ്ടെന്ന് തോന്നുന്നു. വലിയ ട്രെയിനിൻ്റെ ബൂം കാണാൻ പറ്റുന്നുണ്ടോ. സ്റ്റേഷൻ്റെ മൈസൂർ എൻഡിൽ ഒരു ഫുട് ഓവർ ബ്രിഡ്ജ് പണിയാണ് അവർ. നമ്മളങ്ങനെ രാമനഗരം സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ സ്റ്റേഷനിലൊക്കെ 2 ട്രെയിനുകൾക്കുള്ള തിരക്കുണ്ട്. ഒന്ന് നമുക്കുള്ളതും ഒന്ന് നമ്മുടെ പുറകെയുള്ള ബസവ എക്സ്പ്രസ്സിനുള്ള തിരക്കുണ്ട്. കൽബുർഗി, സോലാപൂർ ഒക്കെ പോകാൻ ബസവയാണ് ബെസ്റ്റ് ഓപ്ഷൻ. പ്ലാറ്റ്ഫോമിൽ തിരക്കുണ്ടോ? ആ സ്റ്റോളിന് തണുപ്പുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ വരുമ്പോൾ ഫ്ലേവേർഡ് മിൽക്ക് മേടിച്ചിട്ട് വന്നു. നമ്മൾ പുറപ്പെടുകയായി. സ്റ്റാർട്ടറായി കഴിഞ്ഞു. അങ്ങനെ രാമനഗരം സ്റ്റേഷൻ. വളരെ പെട്ടെന്ന് നന്ദിനി കടയിൽ പോയി മേടിച്ചുകൊണ്ടുവന്ന കുറച്ച് നേരം തണുത്ത് കുടിക്കണം തോന്നുന്നുണ്ടായിരുന്നു. നമ്മളങ്ങനെ രാമനഗരം സ്റ്റേഷനിൽ പുറപ്പെട്ടിരിക്കുന്നു. ഇവിടെയൊക്കെ ആൾക്കാർക്ക് കൺഫ്യൂഷനാണ് ബസ്സവയാണോ വേറെ വണ്ടിയാണോ. കാരണം ബസ്സവയും LHB റേക്കാണ്.
പിന്നെ ഇവിടുത്തെ ആൾക്കാർക്കൊന്നും ബോർഡ് വാച്ച് കയറുന്ന പരിപാടിയില്ല. കാര്യത്തിൽ നമ്മൾ മലയാളികളും മോശമല്ല. ഒരു പതിവില്ലാണ്ട് ആക്ച്വലി ഈ ട്രെയിനിൽ മിക്ക കോച്ചുകളിലും 3 ബോർഡുണ്ട്. ഇംഗ്ലീഷും ഹിന്ദിയും മലയാളവും ഉണ്ട്. കന്നഡ, തമിഴ് ബോർഡുകൾ ഈ വണ്ടിയിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ. ഉണ്ടാവേണ്ടതാണ് ശരിക്കും. കടന്നു പോകുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും ഭാഷ വേണ്ടതാണ്, അറ്റ്ലീസ്റ്റ് മേജർ സംസ്ഥാനങ്ങളിലെങ്കിലും. നമുക്കിനി ഒരു ക്രോസിംഗ് ഉള്ളത് ഇവനാണ്, മാൽഗുഡി എക്സ്പ്രസ് ആണ്. മാൽഗുഡി എക്സ്പ്രസ് നമ്മൾ ഒരു പ്രാവശ്യം ബാംഗ്ലൂർ ടു മൈസൂർ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. അത് ചെന്നൈ മൈസൂർ കാവേരി എക്സ്പ്രസ്സിന് റേക്കാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെ രാമനഗരം കഴിഞ്ഞു. അടുത്ത സ്കെഡ്യൂൾഡ് ഹോൾട്ട് കെങ്കേരിയാണ്. നമ്മൾ അവിടെ എവിടെ ഇത് പിടിച്ചത്, ഷോലെ പിടിച്ചത്. ഈ ഷോലെ എന്ന് പറഞ്ഞ സിനിമ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഞാൻ ജനിക്കുന്നതിന് മുമ്പുള്ള സിനിമയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ഉറപ്പില്ല ഏത് വർഷമാണ് ഷോലെ ഇറങ്ങിയെന്നുള്ളത്. അപ്പോൾ ഷോലെ ഞാൻ ആ കൂടി ബിറ്റ്സ് ആൻഡ് പീസസ് മാത്രമേ ഷോലയുടെ കണ്ടിട്ടുള്ളൂ. ഫുൾ പടം ഞാൻ കണ്ടിട്ടില്ല. ഈ ബാംഗ്ലൂർ മൈസൂർ റൂട്ടിന് 100 km/h മറ്റേ ഉള്ളൂ മാക്സിമം സ്പീഡ്. 110 ഇല്ലെന്നാണ് എൻ്റെ ഒരു അറിവ്. 100 km/h ഉള്ളതാണ് എൻ്റെ ഒരു അറിവ്. ഈ ഒരു സ്ട്രെച്ച് പഴയ മീറ്റർ ഗേജ് അലൈൻമെൻറ്റിൽ അങ്ങനെ കയറി ഇറങ്ങി വളവും തിരിവൊക്കെ ആയിട്ട് പോകുന്ന ഒരു ഇതാണ്. ഇത് പണ്ട് മൈസൂർ സ്റ്റേറ്റ് റെയിൽവേ, മൈസൂർ മഹാരാജാവ് ഇവിടെ മൈസൂർ സ്റ്റേറ്റ് റെയിൽവേയുടെ ഭാഗമായിട്ടാണ് മൈസൂരിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് റെയിൽവേ ലൈൻ ഇട്ടത്. മൈസൂരിൽ നിന്ന് ബാംഗ്ലൂരിലേക്കും പിന്നെ അവിടുന്ന് ഹൂബ്ലി ഭാഗത്തോട്ടൊക്കെ റെയിൽവേ ലൈൻ ഇട്ടത് പണ്ട് മൈസൂർ മഹാരാജാവായിരുന്നു. അതുകൊണ്ട് തന്നെ മീറ്റർ ഗേജ് ലൈനുമായിരുന്നു. മറ്റേ ബ്രിട്ടീഷുകാരിട്ട പോലത്തെ ടെക്നോളജി ഒന്നും അല്ല ഇവർ ഉപയോഗിച്ചത്. നമ്മളിപ്പോൾ ഏകദേശം ബിഡതി എത്താറായി. ബാംഗ്ലൂരിലേക്ക് ഒരു 34 കിലോമീറ്റർ കൊണ്ടിരുന്നു. മാൽഗുഡി എക്സ്പ്രസ് വരുന്നുണ്ട് അവിടെ നിന്ന്. വാപ്പ് 7 ആണിന്ന്. ഇനി നമ്മളന്ന് യാത്ര ചെയ്തപ്പോഴും വാപ്പ് 7 തന്നെയായിരുന്നു. മാൽഗുഡി എക്സ്പ്രസ് എന്ന് പറയുന്നത് ബംഗളൂരു KSR ബംഗളൂരുവിൽ നിന്നും അശോകപുരത്തേക്കാണ് ഇപ്പോൾ പോകുന്നത്. പണ്ട് മൈസൂർ വരെയായിരുന്നു, അശോകപുരം വരെ പോകുന്നുണ്ട്. ഇത് കാവേരി എക്സ്പ്രസ്സിൻ്റെ റേക്കാണ് ഉപയോഗിക്കുന്നത്. കാവേരി എക്സ്പ്രസ് ഒരു റേക്ക് ഷെയറിംഗ് ഉണ്ട്. കാവേരി എക്സ്പ്രസ് എന്ന് പറയുന്നത് ചെന്നൈ സെൻട്രലിൽ നിന്നും അശോകപുരത്തേക്ക് വരുന്ന ഓവർനൈറ്റ് ട്രെയിൻ സർവീസാണ്. ഇതിനിതൊരു LHB ആയിട്ടില്ല. കല്യാൺ ഷെഡിൻ്റെ 37335 ആണ് ലോക്കോ. CBC റേക്കാണ്. ഇതിലത്തെ ഒരു AC ചെയർക്കാർ കോച്ചിൽ ഒരു AC 3 ടയർ കോച്ച് AC ചെയർക്കാറായിട്ട് ഓപ്പറേറ്റ് ചെയ്യും. ഈ കോച്ച് B2/C1 എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ സ്ലീപ്പർ കോച്ചുകളൊക്കെ സെക്കൻഡ് ക്ലാസ് അൺറിസർവ്ഡ് കോച്ചായിട്ടാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ബിഡതി സ്റ്റേഷൻ വഴിയുടെ റൺ ത്രൂ ആണ്. ആ കിടക്കുന്നത് NMG വാഗൺസ് ആണ്, അതായത് ഓട്ടോമൊബൈൽ കാരിയർ വാഗൺസ് ആണ്. ബിഡതിക്ക് തൊട്ട് ഔട്ടറിലാണ് ടയോട്ടയുടെ ഫാക്ടറി ഉള്ളത്. അപ്പോൾ ഇവിടുന്ന് ടയോട്ടക്കാർ ഇതുവഴി NMG വാഗൺസ് വഴി കാറുകൾ ഷിഫ്റ്റ് ചെയ്യാറുണ്ട്. ബിഡതി എന്ന് പറയുന്നത് ബാംഗ്ലൂർ സിറ്റിയുടെ ഒരു ഔട്ടർ ലിമിറ്റാണ്. ഇവിടെ മുതൽ അങ്ങോട്ട് ബാംഗ്ലൂർ സിറ്റി തുടങ്ങുകയായി.
അങ്ങനെ നമ്മൾ നമ്മുടെ അടുത്ത സ്റ്റോപ്പായ കെങ്കേരിയിലേക്ക് എത്തുകയാണ്. ഇത് വളരെ ഷാർപ്പായിട്ടുള്ളൊരു കേവാണ്. ഓപ്പോസിറ്റ് ലൈനിൽ നിങ്ങൾക്ക് മെയിൻ ലൈനിൻ്റെ ഉള്ളിലൊരു ഗാർഡ് റെയിൽ കിടക്കുന്ന കാണാം. ഈ ഗാർഡ് റെയിൽ ബേസിക്കലി ട്രെയിൻ ഡീറെയിൽ ആവാണ്ടിരിക്കാൻ വേണ്ടിയുള്ളൊരു എന്താ പറയുക അഡീഷണൽ ഫിറ്റിംഗ് ആണ്. അത് ഷാർപ്പ് വളവുകളിലും അതുപോലെ പാലങ്ങളുടെ അടിയിൽ, പാലങ്ങളുടെ മുകളിൽ ഒക്കെ ഗാർഡ് റെയിൽ ഇൻസ്റ്റാൾ ചെയ്യാറുണ്ട്. നമ്മളങ്ങനെ കെങ്കേരി സ്റ്റേഷനിലോട്ട് പ്രവേശിക്കുന്നു. കെങ്കേരി വളരെ ഫാൻസി ലുക്കിംഗ് ആയിട്ടുള്ള ഒരു ബിൽഡിങ്ങാണ്. കറുപ്പ് കളറുള്ള ബിൽഡിംഗ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. ഞാൻ ഇതുകൊണ്ട് സ്റ്റേഷനിൽ ഇങ്ങനൊരു കളർ കോമ്പിനേഷൻ ഞാൻ കണ്ടിട്ടില്ല, ആദ്യമായിട്ട് കാണുന്നത്. ഇതാണ് കെങ്കേരി സ്റ്റേഷൻ. ഇവിടെ പറഞ്ഞാൽ തന്നെ 2 വണ്ടികളുടെ തിരക്കുണ്ട്. നമ്മുടേനും നമ്മുടെ പുറകെ വന്ന ബസ്സുകൾക്കുള്ള തിരക്കാണ് കാണുന്നത്. ഇത് ബസ്സുകൾ KSR ബംഗളൂരുമ്പോൾ നല്ല തിരക്കാവും. അതുകൊണ്ട് ആൾക്കാർ ഇവിടെ വന്ന് കയറിയിരിക്കും സീറ്റ് പിടിക്കാനായിട്ട്. കാര്യം നോർത്ത് കർണാടകയിലോട്ട് പോകാൻ ട്രെയിനുകളുടെ എണ്ണം വളരെ കുറവാണ്. അപ്പോൾ നമ്മളങ്ങനെ കെങ്കേരി എത്തിയിരിക്കുന്നു. സമയം ഇപ്പോൾ 3:07, 4:30ക്കാണ് നമുക്ക് KSR ബംഗളൂർ എത്തേണ്ടത്. ജസ്റ്റ് 12 കിലോമീറ്റർ ഉള്ളൂ. അപ്പോൾ ഇതാണ് കെങ്കേരി സ്റ്റേഷൻ. ഇതൊരു അടിപൊളി വളവിലാണ് ഈ സ്റ്റേഷൻ. നമ്മളിപ്പോൾ ഇവിടുന്ന് ഉടനെ എടുക്കുമോ അതോടൊപ്പം കുറച്ച് പിടിച്ചിടുമോ എന്നൊക്കെ അറിയില്ല. തൊട്ടിപ്പുറത്തായിട്ട് ഹുബ്ലി KSR ബംഗളൂരു സൂപ്പർ ഫാസ്റ്റിൻ്റെ റേക്ക് കിടക്കുന്നുണ്ട്, MT റേക്ക്. ഇവിടെ ഈ പറഞ്ഞ പോലെ മെയിൻ ലൈൻ പ്ലാറ്റ്ഫോമും മറ്റേ ലൂപ്പ് ലൈൻ പ്ലാറ്റ്ഫോമും തമ്മിൽ വലിയ ഫെൻസിങ് ചെയ്തിട്ടുണ്ട്. ഇവിടെ വാട്ടർ ഫില്ലിങ്ങിന് ഇതൊക്കെ പണിതിട്ടുണ്ട് അവർ. മണിയടി കേട്ടോ, നമുക്ക് പോകാനുള്ള ബെല്ലാണ്. അവിടെയാണ് സ്റ്റേഷൻ ബിൽഡിങ് കേട്ടോ. അവിടെ കാണുന്നതാണ് സ്റ്റേഷൻ ബിൽഡിങ്. നമ്മൾ 3:10 ആയപ്പോഴേക്കും നമ്മൾ കെങ്കേരിയിൽ നിന്ന് പുറപ്പെട്ടു കേട്ടോ. ഞങ്ങൾക്ക് 12 കിലോമീറ്റർ കൂടെ. നമ്മളൊരു 3:30 ആകുമ്പോഴേക്കും എന്തായാലും നമ്മൾ ഇവിടെ പോയി കയറും, KSR ബംഗളൂരിൽ പോയി കയറും. നമ്മളിവിടെ നിന്ന് 4:50 ആയിട്ട് പോകുള്ളൂ. ഇനി വണ്ടി എവിടെയും പിടിച്ചിടില്ല എന്ന് വിചാരിക്കുന്നു. നേരെ കൊണ്ടും കയറ്റുന്ന വിചാരിക്കുന്നു. സൗത്ത് വെസ്റ്റേൺ റെയിലിലെ ചില കാര്യങ്ങളൊക്കെ ഭയങ്കര ലേസിയാണ്. ഇപ്പോൾ ഈ ട്രെയിനിന് സത്യം പറഞ്ഞാൽ മൈസൂരിൽ നിന്ന് കുറച്ചും കൂടെ ലേറ്റായിട്ട് വിട്ടാൽ മതി. എന്താ പറയുക, വന്ദേ ഭാരതും ശതാബ്ദിയും കഴിഞ്ഞിട്ട് മൈസൂരിൽ നിന്ന് എടുത്താൽ മതി. അതാകുമ്പോൾ KSR ബംഗളൂരിൽ ജസ്റ്റ് വന്നു 5 മിനിറ്റ് അല്ല 10 മിനിറ്റ് നിന്നു പുറപ്പെട്ടു, അങ്ങനെ ചെയ്താൽ മതി. ശതാബ്ദിക്ക് പുറകെ വന്നാൽ മതി. അതിന് പകരം നമ്മൾ ഇത്രയും നേരത്തെ വന്നിട്ട് 1.5 മണിക്കൂർ ഇവിടെ വെറുതെ കിടക്കും, ബാംഗ്ലൂർ സിറ്റിയിൽ വെറുതെ കിടക്കും. ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റിക്കുള്ള ഹോൾട്ടാണ് ജ്ഞാനഭാരതി ഹോൾട്ട് എന്ന് പറയുന്നത്. ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റി. ഇത് ബാംഗ്ലൂർ സിറ്റി യൂണിവേഴ്സിറ്റി ആണ് തോന്നുന്നത് ലെഫ്റ്റ് സൈഡിലുള്ള. ഹോൾട്ട് സ്റ്റേഷൻ ബിൽഡിങ്.
തൊട്ടപ്പുറത്ത് കാണുന്ന മെട്രോ സ്റ്റേഷനാണ്. ഇത് പർപ്പിൾ ലൈനിലെ മെട്രോ സ്റ്റേഷനാണ്. ഈ അടികൂടെ പോകുന്ന റോഡ് ഇങ്ങോട്ട് പോകുന്നതാണ്, നമ്മുടെ യൂണിവേഴ്സിറ്റിയിലോട്ട് പോകുന്ന റോഡാണ്. ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റിയിലോട്ട് പോകുന്ന റോഡ്. നമ്മുടെ നാടുവാഴികൾ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അവിടെ ഈ ഏരിയ ഒരുപാട് ആ സിനിമയിൽ കാണിക്കുന്നുണ്ട്. നമ്മുടെ ജ്ഞാനഭാരതി കഴിഞ്ഞ ഒരു വളവ് എടുത്ത ഉടനെ അടുത്തത് നയന്തഹള്ളി സ്റ്റേഷനാണ്. ഇത് ബ്ലോക്ക് സ്റ്റേഷനാണ്, ഹോൾട്ടല്ല. കൃഷ്ണദേവരായ ഹോൾട്ട് സ്റ്റേഷനാണത്. വടയാർ എക്സ്പ്രസ് ഇതുവരെ ഇറങ്ങി വന്നിട്ടില്ല കേട്ടോ. അപ്പം മിക്കവാറും നമ്മൾ ഹോം സിഗ്നൽ കിടന്നിട്ട് അതിനെ പാസ് ചെയ്യുമായിരിക്കും. ഇതാണ് ഹോൾട്ട് ഓഫീസ്. നമ്മൾ ഹോം സിഗ്നൽ നിർത്തുകയാണെന്ന് തോന്നുന്നു. വടയാർ വരുന്നു 37702 KSR ബംഗളൂരു മൈസൂരു വടയാർ എക്സ്പ്രസ്. അപ്പോൾ നമ്മളങ്ങനെ ക്രാന്തിവീര സംഗൊള്ളി റായണ്ണ റെയിൽവേ സ്റ്റേഷനിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ മൈസൂർ ലൈൻ ശരിക്കും കണ്ടിന്യൂവേഷനായിട്ട് നേരെ കയറുന്ന യശ്വന്ത്പൂർ ലൈനിലേക്കാണ്. കാര്യം അതായിരുന്നു പണ്ട് മീറ്റർ ഗേജ് കാലത്ത് മഹാരാജാവ് പണിതത്. അപ്പോൾ ഈ ലൈൻ നേരെ ആ ലൈനിലോട്ടാണ് പോയി കയറുന്നത്. അപ്പം നമ്മൾ ഇവിടുന്ന് പോയിൻറ്റ്സ് കടന്ന് നമ്മൾ സിറ്റി സ്റ്റേഷൻ്റെ മറ്റേ സൈഡിലേക്ക് കൻറ്റോൺമെൻറ്റ് ലൈനിലുള്ള സൈഡിലേക്ക് നമ്മൾ കടക്കണം. കാര്യം ട്രെയിൻ ഇവിടുന്ന് ഇനിയിപ്പോൾ ബാംഗ്ലൂർ കൻറ്റോൺമെൻറ്റ്, അതുപോലെ ബയ്യപ്പനഹള്ളി, കൃഷ്ണരാജപുരം അങ്ങനെ നമ്മൾ പോകുന്നത്. നമ്മളിതിന് വരും യശ്വന്ത്പൂർ, ബാനസവാടി അങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പുറത്തെ സൈഡിൽ പ്ലാറ്റ്ഫോം നമ്പർ 8, 9, 10 കയറിയാൽ മതിയായിരുന്നു. ഈ ട്രെയിൻ സാധാരണഗതിയിൽ പ്ലാറ്റ്ഫോം നമ്പർ 5 റിസീവ് ചെയ്യുന്നത്. എന്നിട്ട് 5 തന്നെ കിടക്കും. ഇപ്പോൾ നമ്മൾ 5 കയറി കഴിഞ്ഞാൽ അവിടെ കിടക്കും. ശതാബ്ദി മൈസൂരിൽ നിന്ന് വന്ന് നമ്മൾ ഓവർടേക്ക് ചെയ്ത് കയറിപ്പോവും. നമ്മൾ 5 തന്നെ കിടക്കും. അതാണ് പതിവ്. ബാംഗ്ലൂർ സിറ്റി സ്റ്റേഷന് 2 സെറ്റ് ഓഫ് പിറ്റ് ലൈൻസ് ഉണ്ട്. ഒരു സെറ്റ് പിറ്റ് ലൈൻ ഇവിടെ ആയിട്ടാണ്. അങ്ങ് ദൂരെ ഒരു LHB കോച്ചുകൾ ഒരു റേക്ക് കിടക്കുന്നതാണ്, അതൊരു പിറ്റ് ലൈനാണ്. അവിടെ ഒരു സെറ്റ് പിറ്റ് ലൈൻ ഉണ്ട്. ഇത് ഇലക്ട്രിഫൈഡ് പിറ്റ് ലൈനാണ്, ഇപ്പുറത്തുള്ള പിറ്റ് ലൈന്. അപ്പോൾ എൻ്റെ അറിവിൽ വന്ദേ ഭാരത്തുകളൊക്കെ ഇവിടെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതായത് ധാരവാഡ് വന്ദേ ഭാരത്, നമ്മുടെ എറണാകുളം വന്ദേ ഭാരത് ഇവിടെ തന്നെയാണെന്നാണ് എൻ്റെ ഒരു അറിവ്, എൻ്റെ പരിമിതമായൊരു അറിവ്. അതിൽ കറക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അറിയാവുന്നവർ ദയവായി ഒന്ന് കമൻറ്റ് ചെയ്യണം. ഇത് കൂടാതെ പ്ലാറ്റ്ഫോം നമ്പർ 5 ഇപ്പോൾ നമ്മൾ കയറുന്ന പ്ലാറ്റ്ഫോം ഉണ്ടല്ലോ, പ്ലാറ്റ്ഫോം നമ്പർ 5 പ്ലാറ്റ്ഫോം നമ്പർ 4 ഇടയ്ക്ക് കുറച്ച് പിറ്റ് ലൈൻസ് ഉണ്ട്. അത് ഇലക്ട്രിഫൈഡ് ആയിരുന്നില്ല. ഇപ്പോൾ ഇലക്ട്രിഫൈഡ് ആയോ എന്ന് എനിക്കറിയില്ല. നമ്മൾ മറ്റേ വന്ദേ ഭാരത് വീഡിയോ ചെയ്യാൻ വേണ്ടി വന്ന സമയത്ത് ആ പിറ്റ് ലൈൻസ് ഒന്നും ഇലക്ട്രിഫൈഡ് ആയിരുന്നില്ല. നമുക്കിവിടെ ഇഷ്ടംപോലെ സമയമുള്ളതുകൊണ്ട് ഞാൻ പോയി ഫുട് ഓവർ ബ്രിഡ്ജിന് മുകളിൽ നിന്ന് ആ പിറ്റ് ലൈനിലേക്ക് ഒന്ന് കാണിച്ചു തരാം. സമയം 3:31 ആയതേ ഉള്ളൂ. ഇതാണ് ക്രാന്തിവീര സംഗൊള്ളി റായണ്ണ ബംഗളൂരു സ്റ്റേഷൻ. ഫുഡിന് ഓർഡർ എടുക്കാൻ ആൾ കയറിയിട്ടുണ്ട്.
ഞാനിവിടെ ഫുഡ് ഓർഡർ ചെയ്യുന്നില്ല, കാര്യം ഇവിടുന്ന് ഓർഡർ ചെയ്ത് ഇവിടുന്ന് തന്നെ അവർ ഫുഡ് കയറ്റും. വണ്ടി പുറപ്പെടുന്ന നമ്മൾ ഫുഡ് കൊണ്ട് തന്നിട്ട് പോകും. അപ്പോൾ ആ ഫുഡ് നമ്മൾ കഴിക്കുമ്പോഴേക്കും തണുത്തും ഇറങ്ങലിച്ചു പോകും. അപ്പോഴത്തെ പ്ലാറ്റ്ഫോം നമ്പർ 10 ഏതോ ഒരു ഇൻ്റർസിറ്റി ടൈപ്പ് ട്രെയിൻ കിടക്കുന്നുണ്ട്. KSR ബംഗളൂരു ശിവമൊഗ്ഗ ടൗണാണത്. ജനശതാബ്ദിയാണെന്നൊരു സംശയം എനിക്ക്, ഒന്നും ഉറപ്പില്ല. അപ്പോൾ നമ്മളങ്ങനെ പ്ലാറ്റ്ഫോം നമ്പർ 5 എത്തിയിരിക്കുകയാണ്. മിക്കവാറും നമ്മുടെ കോച്ച് വരുന്നതിന് തൊട്ടടുത്തായിട്ടായിരിക്കും ഫുട് ഓവർ ബ്രിഡ്ജ് ഉണ്ടാവുക. നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഫുട് ഓവർ ബ്രിഡ്ജ് കയറി മുകളിൽ പോയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പിറ്റ് ലൈൻസൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. മൂന്ന് 32 നമ്മൾ ബാംഗ്ലൂർ സിറ്റി എത്തി കേട്ടോ. ഈ റൈറ്റ് സൈഡിൽ കാണുന്ന വണ്ടിയാണ് നമ്മുടെ വണ്ടി. പുറത്തോട്ടിലാണ് പിറ്റ് ലൈന്. അപ്പോൾ ഇങ്ങോട്ട് കാണുന്നതാണ് പിറ്റ് ലൈന്. ഇവിടെ ഒരു പിറ്റ് ലൈൻ അവർ ഇലക്ട്രിഫൈ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. കാര്യം വന്ദേ ഭാരത് എൻജിൻ സ്റ്റോപ്പ് ചെയ്യുന്നൊക്കെ കാണാം. ഇതൊരു പുതിയ പിറ്റ് ലൈനാണ്. ഈ പുതിയ പിറ്റ് ലൈൻ എനിക്ക് തോന്നുന്നു ഇലക്ട്രിഫൈഡ് ആണെന്ന് തോന്നുന്നു. ഇവിടെ ഇലക്ട്രിഫൈഡ് ആണ്. എനിക്ക് തോന്നുന്നു കുറച്ച് കോച്ചുകൾ 8 കാർ വന്ദേ ഭാരത് അവരോട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നു കണ്ടിട്ട്. ബാക്കി പിറ്റ് ലൈൻസ് ഒന്നും ഇലക്ട്രിഫൈഡ് അല്ല കേട്ടോ. ഇതാണ് പിന്നെയുള്ള പിറ്റ് ലൈന്. എൻ്റെ ഉള്ളിൽ 2-3 പിറ്റ് ലൈൻ ഉണ്ട് ഇവിടെ. അതിൽ ഒരെണ്ണം മാത്രം പാർഷ്യൽ ഇലക്ട്രിഫൈഡ് ആണ്, ബാക്കിയാണ് ഇലക്ട്രിഫൈഡ് അല്ല. ശതാബ്ദി എക്സ്പ്രസ് ജസ്റ്റ് KSR ബംഗളൂരു സ്റ്റേഷനോട് കയറി വരുന്നു. സാധാരണഗതിയിൽ ഇത് പ്ലാറ്റ്ഫോം 7 പോകാറ്. ഇന്നിപ്പോൾ 6 എന്ന് അനൗൺസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ പുതുതായിട്ട് വന്ന് മാറ്റമാണോ എന്ന് എനിക്കറിയില്ല. പണ്ടൊക്കെ സ്ഥിരം 7 പോയിക്കൊണ്ടിരുന്ന വണ്ടിയാണിത്. (3078) റോയൽ എൻഫീൽഡിൻ്റെ വർഷമാണ്. അപ്പോൾ അങ്ങനെ ശതാബ്ദി എക്സ്പ്രസ് എത്തി. ഈ ആദ്യത്തെ കോച്ചുണ്ടല്ലേ, ഫസ്റ്റ് AC ചേർക്കാനിരിക്കുന്നത്, ഇതാണ് അനുഭൂതിയായിട്ട് അവർ വിൽക്കുന്നത്. K1 ആണ് എഴുതിയിരിക്കുന്നത്. പക്ഷെ കണ്ടിട്ട് സാധാരണ ഫസ്റ്റ് AC ചേർക്കാറ് പോലെ തന്നെ ഉണ്ടത്. അതിനെക്കാട്ടും നല്ലത് ഇപ്പുറത്തുള്ള ഫസ്റ്റ് AC ചേർക്കാറാണ്. അപ്പോൾ കൃത്യസമയമായ 4:35 നമ്മൾ KSR ബംഗളൂരു സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ടിരിക്കുകയാണ്. ഈ പ്ലാറ്റ്ഫോമിൽ നമ്മുടെ ഈ AC കോച്ചസ് വന്ന സ്ഥലത്ത് ഒരു കട പോലും ഉണ്ടായിരുന്നില്ല. ഏറ്റവും പുറകിലെ കട ഉണ്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ ഫ്രണ്ടിൽ വന്നാലേ വേറൊരു കട ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ആ ശതാബ്ദി എക്സ്പ്രസ്സിന് വീഡിയോ എടുക്കാൻ വേണ്ടി ഏറ്റവും ബാക്കിൽ പോയ സമയത്ത് അവിടുന്ന് വാട്ടർ ബോട്ടിൽ മേടിച്ചുകൊണ്ടിരുന്നു. ഈ ട്രെയിൻ ഓൺ ബോർഡ് കാറ്ററിംഗ് ഉണ്ട്. ഫുഡ് വരും. ഇത് KSR ബംഗളൂരു കഴിഞ്ഞാലും ഫുഡ് വരും ഈ വണ്ടിയിൽ. അപ്പോൾ നിങ്ങൾ ഫുഡ് മേടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവിടുന്ന് മേടിക്കേണ്ട ആവശ്യമില്ല. ഇവിടുന്ന് മേടിച്ച് കഴിഞ്ഞാൽ ഫുഡ് തണുത്തു പോകും. ഏറ്റവും നല്ലത് വഴിയിൽ നിന്ന് മേടിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ സൊമാറ്റോ പോലത്തെ ആപ്പുകൾ വഴി മേടിക്കുക. സൊമാറ്റോ ഇപ്പോൾ ഇവിടം കഴിഞ്ഞാൽ പിന്നെ സൊമാറ്റോ ഫുഡ് നിങ്ങൾക്ക് സേലം എത്തിയിട്ട് കിട്ടുള്ളൂ. സേലം ഏകദേശം 9:30 എത്താൻ. സേലം എത്തിയാൽ ഇനി സൊമാറ്റോ ഫുഡ് കിട്ടുള്ളൂ കേട്ടോ. നമ്മളങ്ങനെ KSR ബംഗളൂരിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുകയാണ്. ഇത് പ്ലാറ്റ്ഫോം നമ്പർ 5 ആണ്. ഞാൻ ഇന്ന് പെട്ടെന്ന് റൈറ്റ് സൈഡിലോട്ട് കിടക്കട്ടെ. റൈറ്റ് സൈഡിൽ നമുക്ക് കാണാൻ കുറേ സാധനം ഉണ്ടാവും. അങ്ങോട്ട് കാണുന്നത് 6ഉം 7ഉം, അങ്ങേയറ്റത്ത് 8, 9, 10. 8, 9, 10 ആണ് യശ്വന്ത്പൂർ ഭാഗത്തേക്കുള്ള പ്ലാറ്റ്ഫോംസ്. ഇതാണ് ബാക്കി ഭാഗം. നിൽക്കുന്ന ട്രെയിൻ പ്ലാറ്റ്ഫോം നമ്പർ 4 നിൽക്കുന്നത് കോയമ്പത്തൂർ LTT, കോയമ്പത്തൂർ മുംബൈ ലോക്മാന്യ തിലക് ടെർമിനസ് എക്സ്പ്രസ് ആണ്. ഈ ഒരുപാട് കാലമായിട്ട് യാത്ര ചെയ്യാൻ ഭയങ്കര ആഗ്രഹമുള്ള വണ്ടിയാണ്. ഇതിൻ്റെ പെയറിംഗ് വണ്ടിയായ ലോക്മാന്യ തിലക് ടെർമിനസ് കോയമ്പത്തൂർ എക്സ്പ്രസ്സും. ഇതാന്ന് തോന്നി. ഇനിയിപ്പോൾ അതിനിവിടെ നിന്ന് എടുക്കാൻ പോകുന്നു. 30749. മിക്കവാറും ഇതായിരിക്കും ഇവിടുന്ന് മുംബൈയിലേക്ക് കോയമ്പത്തൂർ എക്സ്പ്രസ്സിന് വർക്ക് ചെയ്യാം. ഈ റോഡ് ഷെഡിനെയാണ്. സാധാരണഗതിയിൽ ഞാൻ ഇവിടെ ഈ സ്ട്രെച്ചിന് കല്യാണം ഒക്കെ കണ്ടിട്ടുള്ളത്. ആദ്യമായിട്ട് ഈ റോഡിൻ്റെ ലോക്കോ കാണുന്നത്.
എറണാകുളം ഡീസൽ ലോക്കോ ഷെഡിനെ അടച്ചു പൂട്ടില്ലെന്നും എറണാകുളം ഡീസൽ ലോക്കോ ഷെഡിന് ഇലക്ട്രിക് ലോക്കോസ് കൊടുക്കുമെന്നും കഴിഞ്ഞൊരു പ്രസ് കോൺഫറൻസിൽ നമ്മുടെ റെയിൽവേ മന്ത്രി ശ്രീ അശ്വിനി വൈഷ്ണവ് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പുള്ളി അത് നടപ്പിലാക്കും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാൻ. ഇപ്പോൾ അതിൻ്റെ ഫസ്റ്റ് പാർട്ടായിട്ട് ഒരു 5 WAG-5 എറണാകുളത്തേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് കാണിക്കുന്നുണ്ട് റെയിൽവേ കണക്കുകളിൽ. പക്ഷേ ഈ WAG-5 കേരളത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് എനിക്ക് മനസ്സിലാകും. കാര്യം കേരളത്തിൽ അത്രയ്ക്കും മാത്രം ഫ്രൈറ്റ് ഇല്ല WAG-5 വർക്ക് ചെയ്യാനും മാത്രം. അപ്പോൾ അതിനെക്കാട്ടും നല്ല അറ്റ്ലീസ്റ്റ് ആ പഴയ WAP-1 ആണെങ്കിലും കുഴപ്പമില്ലായിരുന്നു, അത് ട്രാൻസ്ഫർ ചെയ്യുന്നതായിരുന്നു. WAP-1 ആണെങ്കിൽ കേരളത്തിലെ പാസഞ്ചർ ട്രെയിനുകൾക്കെങ്കിലും ഉപയോഗിക്കായിരുന്നു. ഇതിവിടുത്തെ പഴയ കോച്ച് വാഷിംഗ് പ്ലാന്റ് ആട്ടോ. ഇത് ബ്രഷുകളൊന്നും ഇപ്പോൾ കാണാനില്ല, ബ്രഷൊക്കെ റിമൂവ് ചെയ്ത് കളഞ്ഞവർ. മെയിൻ്റനൻസ് നടക്കുന്നതാണോ അതോ പുതിയത് കമ്മീഷൻ ചെയ്യുകയാണോ എന്താ സംഭവം എന്നറിയില്ല. അപ്പോൾ നമ്മളങ്ങനെ സിറ്റി സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. നമുക്കിനി കൻ്റോൺമെൻറ്റിൽ സ്റ്റോപ്പുണ്ട്. ഈ വണ്ടിക്ക് പണ്ട് ഇതൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. വണ്ടിക്ക് പണ്ട് സിറ്റി വിട്ട കൃഷ്ണരാജപുരം, അത് വിട്ട പിന്നെ അങ്ങ് പോയിട്ട് സേലം വരുന്ന സ്റ്റോപ്പ് ഉണ്ടായിരുന്നു. ബംഗാർപേട്ടും കുപ്പവും ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അത് പോയിട്ട് ഇതിന് ഇവിടുന്ന് വിട്ടപ്പോൾ കൻ്റോൺമെൻ്റ് ഉണ്ട്, കൃഷ്ണരാജപുരം ഉണ്ട്, വൈറ്റ് ഫീൽഡ് ഉണ്ട്. ഇത് 3 മലയാളികൾക്ക് തീർച്ചയായിട്ടും നല്ല കാര്യമാണ്, ഞാൻ കുറ്റം പറയുന്നില്ല. ഈ 3 സ്റ്റോപ്പുകളും മലയാളികൾക്ക് ഒരുപാട് ആവശ്യമുള്ള സ്റ്റോപ്പുകളാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ബംഗാർപേട്ടുണ്ട്, കുപ്പമുണ്ട്, തിരുപ്പത്തൂരുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഇവൻ സേലം എത്തുന്നത്. ഈ ഒരു സ്ട്രെച്ച് ബാംഗ്ലൂർ സിറ്റി മുതൽ കൻ്റോൺമെൻറ്റ് വരെയുള്ള സ്ട്രെച്ച് നല്ലൊരു കയറ്റമാണ്. അപ്പോൾ ഈ കയറ്റം പണ്ട് കാലത്ത് സ്റ്റീം ലോക്കോസ് ആയിരുന്ന കാലത്ത് ഇതിന് ബാങ്കർ ലോക്കോസ് ആവശ്യം വരുമായിരുന്നു എന്നും കേട്ടിട്ടുണ്ട്. അതായത് ബാങ്കർ ലോക്കോസ് വെച്ച് തള്ളി കയറ്റുമായിരുന്നു കേട്ടിട്ടുണ്ട്. അതുപോലെ ചില ട്രെയിനുകൾ ബാംഗ്ലൂർ സിറ്റിയിൽ നിന്ന് പുറപ്പെടുന്ന ചില ട്രെയിനുകൾ ലോക്കോ ഫെയിലിയറൊക്കെ ഉണ്ടായിട്ട് ട്രെയിൻ പുറകോട്ട് ഉരുണ്ട് വരുന്ന അവസരങ്ങളുണ്ടായിട്ടുണ്ട്. തിരിച്ച് ബാംഗ്ലൂർ സിറ്റി സ്റ്റേഷനോട് തിരിച്ച് റോൾ ചെയ്ത് വന്ന സിറ്റുവേഷൻസ് ഉണ്ടായതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇലക്ട്രിക് ലോക്കോസാണ്. ഇപ്പോൾ വലിയ കുഴപ്പമില്ലാണ്ട് കയറി പോകുന്നുണ്ട്. പക്ഷേ പണ്ടത്തെ കാര്യം ഞാൻ പറയുന്നത്. ഇതൊരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ട്രെച്ചാണ്. നിറച്ച് വളവുകളും കയറ്റമൊക്കെ ഉള്ളൊരു സ്ട്രെച്ചാണ് ബാംഗ്ലൂർ സിറ്റി ടു കൻ്റോൺമെൻറ്റ്. ഇവിടെ 2 സൈഡിലും പോഷ് റെസിഡൻഷ്യൽ ഏരിയാസ്, ചീഫ് മിനിസ്റ്റേഴ്സ് ബംഗ്ലോ, അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെയാണ്. ഇവിടെ ഈ റൈറ്റ് സൈഡിൽ കാണുന്നതിനകത്ത് മന്ത്രിമാരെയും ചീഫ് മിനിസ്റ്ററെയൊക്കെ ബംഗ്ലോ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ക്വാഡ്രൂപ്പിളിംഗ് ഒന്നും നടക്കും തോന്നില്ല ഒരു കാലത്തും. കാര്യം ഇവിടെ സർക്കാർ ഭൂമിയാണ്, മീൻസ് അങ്ങനത്തെ ഭൂമിയാണ്. അത് ഏറ്റെടുക്കുക എന്നൊക്കെ എളുപ്പമുള്ള ടാസ്ക് ആയിരിക്കില്ല. സ്റ്റേഷനോട് കയറണം. ഫ്രണ്ടിൽ ഫുട് ഓവർ ബ്രിഡ്ജിൻ്റെ കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്നത് കാണാം കൻ്റോൺമെൻറ്റ് സ്റ്റേഷനിൽ. കൻ്റോൺമെൻറ്റ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന മനോഹരമായ ഓവർ ആർച്ച് ഒക്കെ പോയി, അതൊക്കെ പൊളിച്ചു കളഞ്ഞു. പ്ലാറ്റ്ഫോം എൻട്രി പിടിക്കാൻ പറ്റില്ല, ലെഫ്റ്റ് സൈഡിൽ ഡോർ ഓക്യുപ്പൈഡ് ആണ്. നമുക്ക് ഇപ്പോഴത്തെ സൈഡിൽ എൻട്രി പിടിക്കാം. ഒരിക്കലും ട്രാഫിക് ഒഴിയാത്തൊരു സ്ഥലമാണിത്. അപ്പോൾ അതിന് ബംഗളൂരു കൻ്റോൺമെൻറ്റ് സ്റ്റേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ ഉണ്ടായിരുന്ന പഴയ ആർച്ചൊക്കെ പോയി, പകരം പുതിയ സ്കൈ ഡെക്ക് വരുന്നുണ്ട്. ബ്യൂട്ടിഫുൾ. ഉദ്യാൻ എക്സ്പ്രസ്സിൻ്റെ റേറ്റാണത്. ഇവിടെയാണ് പുതിയ സ്കൈ ഡെക്ക് വരുന്നത്. ഇവിടെയായിട്ടായിരുന്നു പഴയ ആർച്ച് ഉണ്ടായിരുന്നത്. ആർച്ചിൻ്റെ സ്ഥലം മൊത്തം സ്കൈ ഡെക്ക് ഉപയോഗിക്കും. ഇവിടെയായിരുന്നു പുതിയ സ്റ്റേഷൻ ബിൽഡിംഗ് വരുന്നത്. സ്കൈ ഡെക്കിൻ്റെയൊക്കെ വർക്ക് ഇവിടെ കാണാം. നമ്മളങ്ങനെ കൻ്റോൺമെൻറ്റ് സ്റ്റേഷനിലേക്ക് എത്തി. ഇന്ന് ഒത്തിരി ആൾക്കാർ കയറും കേട്ടോ. ഇതാണ് കൻ്റോൺമെൻറ്റ് സ്റ്റേഷൻ. ഇവിടെ കൺസ്ട്രക്ഷൻ വർക്കിൻ്റെ ഇതൊക്കെ കാണാം. നല്ലതായിട്ട് കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്നുണ്ട്. അവിടെ 3 സ്റ്റേബിളിംഗ് ലൈൻസ് ഉണ്ട്. ഈ ബിൽഡിംഗ് സ്റ്റേഷൻ്റെ എല്ലാം തോന്നുന്നു. ഈ ബിൽഡിംഗ് അപ്പാർട്ട്മെൻ്റ് ആണെന്ന് തോന്നുന്നു. അപ്പാർട്ട്മെൻറ്റ് ഹോട്ടൽ എന്തോന്ന് തോന്നുന്നു. ഈ ബിൽഡിംഗ് സ്റ്റേഷൻ്റെ എല്ലാം തോന്നുന്നത് കണ്ടിട്ട്.
സമയം 4:49. ഇവിടെയും പുതിയൊരു സ്കൈ ഡെക്ക് വരുന്നുണ്ട്. സ്കൈ ഡെക്കുകൾ ചറപറാൻ എല്ലാ സെഷനും വരുന്നുണ്ട് കേട്ടോ. സ്കൈ ഡെക്ക് നല്ലതാണ് ആക്ച്വലി. മുകളിലെ യാത്രക്കാർക്ക് ഷോപ്പിങ്ങിനുള്ള ഫെസിലിറ്റിയും ഇതൊക്കെ ഉണ്ടാവുമെന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ ഒരുപാട് ലോഡ് കയറ്റാണ്ടിരിക്കുന്നതാണ് നല്ലത്. കുറേ സംഭവങ്ങൾ നടക്കുന്നുണ്ട് ഇവിടെയൊക്കെ. റൈറ്റ് സൈഡിൽ ഉദ്യാൻ എക്സ്പ്രസ്സിന് റേക്ക് കിടക്കുന്നുണ്ട്. അപ്പുറം എന്തായാലും കാണിക്കാൻ പറ്റില്ല. അപ്പോൾ പിന്നെ ലെഫ്റ്റ് സൈഡ് ഡീറ്റെയിൽ ഇടാൻ കാണിച്ചേക്കാം. ഇവിടെയായിട്ടായിരുന്നു പഴയ ഡെമോ ഷെഡ് ഉണ്ടായിരുന്നത്. നമ്മുടെ ഡെമോ ട്രെയിനുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഷെഡാണ് ഈ കാണുന്ന ലെഫ്റ്റ് സൈഡിൽ. ഇപ്പോൾ ഡെമോ ഇല്ല. ഇപ്പോൾ ബാംഗ്ലൂർ ഡിവിഷനിൽ ഇപ്പോൾ ഡെമോ ഇല്ല. അവിടെ സ്ക്രാപ്പ് ചെയ്യാനുള്ള കുറേ EMD ലോക്കോസ് എല്ലാം WDP-4D ആണ് കൊണ്ടുവന്ന് ലൈനായിട്ട് നിർത്തിയിട്ടുണ്ട്. എല്ലാം WDP-4D ആണ്. ഇതൊക്കെ എനിക്ക് തോന്നുന്നു ആവശ്യമില്ലാത്തതുകൊണ്ട് ഡീകമ്മീഷൻ ചെയ്ത് കൊണ്ടുവന്നിട്ടിരിക്കുന്നതാണെന്ന് തോന്നുന്നു. അതിന് പൊളിക്കുമോ അത് എക്സ്പോർട്ട് പോകുമെന്ന് എനിക്കറിയില്ല. എന്താ ഉദ്ദേശം എന്നറിയില്ല. ഇതുപോലെ ഷെഡിനകത്തും കുറച്ചെണ്ണം ഉണ്ട് കേട്ടോ. പുറത്ത് മാത്രമല്ല ഉള്ളിലും ഉണ്ട്. ഇതായിരുന്നു ഷെഡ്. ആ ഷെഡിനകത്തും കിടക്കേണ്ടത് പറയണം കണ്ടോ. ഒക്കെ പൊളിക്കാനായിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ടിരിക്കുകയാണ് അവർ. പൊളിക്കുകയാണോ എക്സ്പോർട്ടാണോ എന്ന് എന്താണെന്ന് അറിയില്ല. ഇതുപോലെ അതിന് വേണ്ടി ഉപയോഗശൂന്യമായിട്ട് കിടക്കുകയാണ്, അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ. ഇവിടെയൊക്കെ ക്വാഡ്രൂപ്ലിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള 4ാമത്തെ ലൈൻ ലേ ചെയ്തിട്ടുണ്ട്. റൈറ്റ് സൈഡിലും ഉണ്ട്, ലെഫ്റ്റ് സൈഡിലും ലേ ചെയ്തിട്ടുണ്ട്. 2 സൈഡിലും ലൈൻ ഇട്ടിട്ടുണ്ട്. ഈ കാണുന്ന ബാംബു ബസാർ മെട്രോ സ്റ്റേഷനാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ തന്നെ കൺസ്ട്രക്ഷൻ നടക്കുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു. 2 സൈഡിലും ലൈൻ ലേ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈസ്റ്റ് സ്റ്റേഷൻ എത്താറായെന്ന് തോന്നുന്നു. ഇവിടെയൊക്കെ പണി പുരോഗമിക്കുന്നുണ്ട്. ഈ 4ാമത്തെ 2 സൈഡിലുള്ള എക്സ്ട്രാ ലൈനുകൾ വഴിയാണ് ബാംഗ്ലൂർ സബർബൻ ട്രെയിനുകൾ ഓടാൻ പോകുന്നത്. പക്ഷേ സബർബൻ ട്രെയിൻ പ്രോജക്റ്റ് ഒന്നൊന്നും ആയതുകൊണ്ട് എവിടെ ആവാണ്ട് നിൽക്കുകയാണ്. ഈ കാണുന്നതാണ് ബാംഗ്ലൂരു ഈസ്റ്റ് സ്റ്റേഷൻ. ഇവിടെ പ്ലാറ്റ്ഫോമിന് വീതി കുറച്ചാണ് അവർ അഡീഷണൽ ലൈനുള്ള സ്ഥലം ഉണ്ടാക്കിയത്. പ്ലാറ്റ്ഫോമിൻ്റെ വീതി കുറച്ച് പ്ലാറ്റ്ഫോം ഉള്ളിലേക്ക് തള്ളിയിട്ട് അഡീഷണൽ ലൈൻ ലേ ചെയ്യുകയാണ്. ഇതാണ് പുതുതായിട്ട് പണിതിരിക്കുന്ന സ്റ്റേഷൻ ബിൽഡിങ്. ഇവിടെ ഒരു പഴയ സ്റ്റേഷൻ ബിൽഡിംഗ് ഉണ്ടായിരുന്നു, അതൊക്കെ പോയി, അത് പൊളിച്ചു തന്നു. ഒരു ഹോൾട്ട് സ്റ്റേഷനാണ്, ബ്ലോക്ക് സ്റ്റേഷനൊന്നുമല്ല. ലോറി ഓടുന്നുണ്ട്, ലോറി റെയിൽ കൂടെ ഓടുന്ന ലോറി ഓടുന്നുണ്ടോ. ഇവിടുത്തെ പഴയ ഹിസ്റ്റോറിക് സ്റ്റേഷൻ ബിൽഡിങ്ങും അവിടെ ഒരു വലിയ മരമൊക്കെ ഉണ്ട്, അതൊക്കെ പോയി. നമ്മൾ ഹിസ്റ്ററി നോക്കിയിരുന്നിട്ട് കാര്യമില്ല, ചില കാര്യങ്ങളിൽ ഡെവലപ്മെൻറ്റ് ഹാസ് ടു ടേക്ക് ഇറ്റ്സ് പ്രസിഡൻസ്. ഈ ഫുൾ സ്ട്രെച്ചും നമ്മൾ കാൻറ്റോൺമെൻറ്റ് സ്റ്റേഷൻ വിട്ടപ്പോൾ മുതൽ ഫുൾ സ്ട്രെച്ചിൽ 4ാമത്തെ ലൈൻ പണിതിട്ടുണ്ട് കേട്ടോ. 2 സൈഡിൽ ഞാൻ നോക്കുന്നുണ്ടായിരുന്നു, 2 സൈഡിലും ലൈൻ പണിതിട്ടുണ്ട്. നമ്മൾ ഏകദേശം ബയ്യപ്പനാളി എത്താറായിട്ടുണ്ട്. സിഗ്നലിംഗ് ക്യാബിനാണ് തോന്നുന്നു. ഞാൻ എല്ലാ പ്രാവശ്യവും SMVTയിലൂടെ ലൈൻ പോകുന്ന കാണിക്കാറുണ്ട്. ഇപ്രാവശ്യം ഞാൻ ആ സൈഡിലോട്ട് പോയില്ല. കാര്യം ഇവിടുന്ന് ബെമ്മലിലേക്ക് പോകുന്നൊരു ലൈനുണ്ട്, അതൊന്ന് കാണിക്കണം എന്ന് വിചാരിച്ചിട്ടാണ്. ഈ കാണുന്ന ലൈൻ കണ്ട് ഇവിടുന്ന് ആ കുട്ടി നിൽക്കുന്നല്ലേ, ഈ ലൈന് ബെമ്മലിലേക്ക് പോകുന്നതാണ്. ബെമ്മലിൻ്റെ വിമാനപ്പുറ ഫാക്ടറിയിലേക്ക് പോകുന്ന ലൈനാണ്. അതുവഴിയാണ് നമ്മുടെ പുത്തൻ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ പണിത് കൊണ്ടുവരുന്നത്. അപ്പം നമ്മളങ്ങനെ
പയ്യപ്പനഹള്ളി സ്റ്റേഷനോട് എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് ട്രിപ്പുകളെടുക്കുമ്പോൾ പയ്യപ്പനഹള്ളി വഴി ഇങ്ങനെ റൺ ത്രൂ കിട്ടിയിട്ടില്ല കേട്ടോ. നമ്മൾ വന്ദേ ഭാരത്തിന് വന്നപ്പോഴും പയ്യപ്പനഹള്ളിയിൽ ഒന്ന് അൺസ്കെഡ്യൂൾഡ് ഹോൾട്ട് അടിച്ചായിരുന്നു. അവിടെ ആ പണി നടക്കുന്നത് ബ്ലൂ ലൈൻ മെട്രോൻ്റെ ലൈനാണ്. ആ താഴോട്ട് ഇറങ്ങി വരുന്നത് കാണുന്നത് ബ്ലൂ ലൈൻ മെട്രോൻ്റെ ലൈനാണ്. അത് ബ്ലൂ ലൈൻ മെട്രോൻ്റെ ട്രെയിനുകൾ മെയിൻ്റനൻസിന് ഡിപ്പോയിലേക്ക് വരാൻ വേണ്ടിയുള്ള ലൈനാണത്. ആ മുകളിൽ കൂടെ പോകുന്ന വയഡക്റ്റ് പർപ്പിൾ ലൈനിൻ്റെ ആണെന്ന് തോന്നുന്നു. അത് പർപ്പിൾ ലൈനിൻ്റെ വയഡക്റ്റാണ്. അതിപ്പോൾ ട്രെയിൻ സർവീസസ് ഓപ്പറേറ്റ് ചെയ്യുന്ന വയഡക്റ്റാണത്. അപ്പോൾ ഈ റൈറ്റ് സൈഡിലോട് മുകളിലോട്ട് കയറിപ്പോയ റെയിൽവേ ലൈന് ഹൊസൂർ ഭാഗത്തോട്ട് പോകുന്ന ലൈനാണ്. അത് കുറച്ചും കൂടി ഇപ്പുറത്തായിരുന്നു. അത് ഷിഫ്റ്റ് ചെയ്താണ് റൈറ്റിലേക്ക്. ഇവിടെ ഹൊസൂർ സൈഡിൽ ഡബിളിംഗ് വർക്ക് നടക്കുന്നുണ്ട്. അതിനുള്ള പുതിയ പാലമൊക്കെ പണിതിട്ടുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ കൃഷ്ണരാജപുരം സ്റ്റേഷൻ എടുക്കുന്നു. ഓപ്പോസിറ്റ് ലൈനിൽ ഒരു മെമു വരുന്നത് കാണാം. ആ മെമുവിന് പയ്യപ്പനഹള്ളി ഹോൾട്ട് ഉണ്ട്. കാര്യം പയ്യപ്പനഹള്ളി സ്റ്റേഷൻ്റെ ഹോം സിഗ്നലിൽ റൂട്ട് ഇൻഡിക്കേറ്റർ കണ്ടായിരുന്നു. KSR ബംഗളൂരുവിലോട്ട് പോകുന്ന മെമു ആണ്. ഇവിടെയൊക്കെ നാലാമത്തെ ലൈന് അവിടെയൊക്കെ സ്ഥലം ജസ്റ്റാണ്. അവിടെ എങ്ങനെ അത് സോൾവ് ചെയ്യുമ്പോൾ എനിക്കറിയില്ല. എക്സിസ്റ്റിംഗ് ലൈൻ കുറച്ചും കൂടി ഇപ്പുറത്തോട്ട് ഷിഫ്റ്റ് ചെയ്യും. ഇതിന് പാരലായിട്ട് അപ്പുറത്തെ സൈഡിലും എർത്ത് വർക്ക് നടന്നിട്ടുണ്ട്. ലൈൻ ചെയ്തിട്ടില്ല. നമ്മളങ്ങനെ കൃഷ്ണരാജപുരം സ്റ്റേഷൻ എത്തുന്നു. കൃഷ്ണരാജപുരം സ്റ്റേഷനാണ് മെയിൻ ബോർഡിംഗ് പോയിന്റ് വണ്ടിയുടെ. കൃഷ്ണരാജപുരം വൈറ്റ് ഫീൽഡും നല്ലോണം തിരക്ക് വരുന്ന സ്റ്റേഷൻസാണ്. AC 2 tier അവസ്ഥ എങ്ങനെ എനിക്കറിയില്ല കേട്ടോ. സാധാരണ തേർഡ് AC ഒരു ലെവലിലാണ് ഞാൻ പറയുന്നത്. തേർഡ് AC സ്ലീപ്പറിൻ്റെ ലെവലിൽ ഞാൻ പറയുന്നത്. ഇവിടെയൊക്കെ പ്ലാറ്റ്ഫോം ഉള്ളിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പോകുന്നവർ അതിനുള്ള വർക്ക് നടക്കുന്നുണ്ട്. കണ്ടോ, പ്ലാറ്റ്ഫോം ഉള്ളിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ആണെന്ന് തോന്നുന്നു വർക്ക് നടക്കുന്നത്. തിരക്കുണ്ട് ഇവിടുന്ന് ഒരുപാട് അൺറിസർവ്ഡ് ആൾക്കാർ ഇടിച്ച് കയറിയിട്ട് മറ്റേ ഇതൊക്കെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. സ്ലീപ്പറും അതൊക്കെ ബ്ലോക്ക് ആവും. സ്ഥിരം പരാതികളാണ്. ചെവി അടിച്ച് പോകുന്ന ടോണും. നമ്മൾ 5:02 ഇവിടെ എത്തിയായിരുന്നു. ഓപ്പോസിറ്റ് ലൈനിൽ ഒരു മെമു വരുന്നുണ്ട്. അതിവിടെ ടെർമിനേറ്റ് ചെയ്യുന്ന മെമു ആണോ, പയ്യപ്പനഹള്ളി ടെർമിനേറ്റിംഗ് മെമു ആണോ, കൃഷ്ണരാജപുരം ടെർമിനേറ്റിംഗ് മെമു ആണ്. അപ്പോൾ അത് മരക്കുപ്പം കൃഷ്ണരാജപുരം മെമു. गाड़ी संख्या 1631 मैसूरू तिरुवनंतपुरम नॉर्थ एक्सप्रेस मैसूरू से तिरुवनंतपुरम नॉर्थ जाने वाली गाड़ी प्लेटफॉर्म 2 पे आ चुकी है. Passengers, kind attention please. Train number 16315 Mysuru Thiruvananthapuram North Express from Mysuru to Thiruvananthapuram North arrived to platform number 2.
ഈ വണ്ടിക്ക് കാര്യമായിട്ട് ക്രോസിങ്സ് ഒന്നുമില്ല കേട്ടോ. കാര്യം ഈ സമയത്ത് ബാംഗ്ലൂരിലേക്ക് കയറി വരുന്ന വണ്ടികൾ എക്സ്പ്രസ്സുകൾ വല്ല വൈകി ഓടുന്ന പോലെ ഈ ബീഹാർ അങ്ങനത്തെ വല്ല വണ്ടി ഉണ്ടെങ്കിലേ ഉള്ളൂ. അല്ലെങ്കിൽ വരെ പ്രത്യേകിച്ച് ക്രോസിങ്സ് ഒന്നും നമുക്ക് വരാനില്ല. ഇടയ്ക്ക് നിലയ്ക്ക് മെമ്മൂടെ ക്രോസ് ചെയ്യും, അതൊന്നും വരാനില്ല. അപ്പം അങ്ങനെ നമ്മൾ കൃഷ്ണരാജപുരത്ത് നിന്ന് പുറത്തിറങ്ങി. ഇവിടെയൊക്കെ റൈറ്റ് സൈഡിൽ 4th ലൈനിനുള്ള പണി നടക്കുന്നുണ്ടാവും. ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് നമ്മുടെ കൃഷ്ണരാജപുരം ഓപ്പോസിറ്റ് വരുന്നത്. കാണിച്ചിട്ടുള്ള റിപ്പീറ്റ് ചെയ്തില്ല. ഇതെനിക്കൊന്ന് ലോക്കോ ഷെഡിൻ്റെ ഹോൾട്ട് സ്റ്റേഷനാണ്. ഒരിടയ്ക്ക് മാറ്റി കൊണ്ടുവരും. ഇവിടെയൊക്കെ എർത്ത് വർക്ക് കഴിഞ്ഞിട്ടുണ്ട്, 4ാമത്തെ ലൈനുള്ളത്. ഇതിന് പാരലായിട്ട് മറ്റേ സൈഡിലും ഉണ്ട് ഒരെണ്ണം. ഇതാണ് തോന്നുന്നു പുതിയ ഹൂഡി സ്റ്റേഷൻ. ഇതാണ് ഇപ്പോഴത്തെ എക്സിസ്റ്റിംഗ് ഹൂഡി ഹോൾട്ട്. ഈ പ്ലാറ്റ്ഫോം ഇവിടുന്ന് എടുത്ത് കളഞ്ഞിട്ട് അവിടെ ലൈൻ വരും. ആ പ്ലാറ്റ്ഫോമിന് ഒരു ഐലൻഡ് പ്ലാറ്റ്ഫോമായിട്ട് നിലനിർത്തി അപ്പുറത്തോട്ട് ലൈൻ ഇട്ടാൽ നല്ലതാണ്. ആ മുകളിലോട്ട് കയറി പോകുന്ന ലൈന് വൈറ്റ് ഫീൽഡ് സാറ്റലൈറ്റ് ഗുഡ്സ് ടെർമിനലിലോട്ട് പോകുന്ന ലൈനാണ്. ഓപ്പോസിറ്റ് ലൈനിൽ പച്ചയുണ്ട്, പക്ഷേ ഇവിടെ ഓട്ടോമാറ്റിക് സിഗ്നലിംഗ് ആണ്. ഇവിടുത്തെ വാഗൺ മെയിൻ്റനൻസ് ഉണ്ട്. ഇവിടെ കുഞ്ഞ് സ്റ്റേഷനുണ്ട്. ഇവിടെ എവിടെയോ ആയിട്ട് വരും ഒരു കുഞ്ഞ് സ്റ്റേഷനുണ്ട്, ഒരു കുഞ്ഞ് പ്ലാറ്റ്ഫോമുണ്ട്. അതായത് ഒരു കോച്ച് നീളത്തിനുള്ള പ്ലാറ്റ്ഫോമുണ്ട്. മെമ്മോടൊക്കെ ഇവിടെ നിർത്തും. ഇവിടെ 4th ലൈൻ എങ്ങനെ അവർ മാനേജ് ചെയ്യുമ്പോൾ എനിക്കറിയില്ല. ഇവിടെ അപ്പുറത്തെ സൈഡിൽ 2 ലൈനുള്ള സ്ഥലം എടുത്തിട്ടുണ്ട്. ഇത് കണ്ടു, ഇവിടെ ഒരു കുഞ്ഞ് പ്ലാറ്റ്ഫോം ഉണ്ട്. അവിടെ ഇത്രയും ഭാഗത്ത് മാത്രം അപ്പുറത്തെ സൈഡിൽ 2 ട്രാക്കിനുള്ള സ്ഥലം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ വീണ്ടും ലെവലിംഗ് ഉണ്ട്. നേരെ മുന്നിലായിട്ടാണ് വൈറ്റ് ഫീൽഡ് സ്റ്റേഷൻ. നമുക്ക് വൈറ്റ് ഫീൽഡ് സ്റ്റേഷൻ്റെ എൻട്രി പ്ലാറ്റ്ഫോം സൈഡിൽ നിന്ന് ഉണ്ടാക്കാം. ഇപ്പോഴത്തെ സൈഡിൽ ലൈൻ ലേ ചെയ്തിട്ടുണ്ട് ഒരു ലൈന്. നമ്മുടെ എറണാകുളം വന്ദേ ഭാരതിനും സത്യം പറഞ്ഞാൽ ഇവിടെ ഒരു ഹോൾട്ട് കൊടുക്കണം. വൈറ്റ് സൈഡിൽ ഒരു സ്റ്റോപ്പ് കൊടുക്കണം. കാര്യം പുലർകാലം ഇറങ്ങുന്ന വണ്ടിയാണ്, തിരിച്ചിവിടെ രാത്രി എത്തുന്നത്. വൈറ്റ് ഫീൽഡിൽ ഒരു സ്റ്റോപ്പ് കൊടുക്കുന്നുണ്ട്. 2 മിനിറ്റിന് ഹോൾട്ട് കൊടുക്കുന്നുണ്ട്. വന്ദേ ഭാരതിന് വലിയ ടൈം ലോസ് വരില്ല, കാര്യം വളരെ പെട്ടെന്ന് ആക്സിലറേറ്റ് ചെയ്യുന്ന സാധനമാണുള്ളത്. ഒരു 2 മിനിറ്റ്സ് ഹോൾട്ട് കൊടുത്താൽ മതി ഇവിടെ. പക്ഷേ കൊടുത്താൽ ഒരുപാട് പേർക്ക് ഭയങ്കര ഉപകാരമാവും. നമ്മളങ്ങനെ വൈറ്റ് ഫീൽഡ് സ്റ്റേഷനിലേക്ക് എത്താണ്. ഈ സ്റ്റേഷനിലേക്കുള്ള പ്ലാറ്റ്ഫോം എൻട്രി ഞാൻ അവരെ കാണിച്ചിട്ടില്ല കേട്ടോ, ആദ്യമായിട്ടാണ് കാണിക്കുന്നത്.
ഇതാണ് വൈറ്റ്ഫീൽഡ് സ്റ്റേഷൻ മറ്റേ സൈഡ്. ഇവിടെ SMET ബാംഗ്ലൂർ ടാറ്റാനഗർ എക്സ്പ്രസ് നിറയെ കിടക്കുന്നുണ്ട്. നമ്മൾ പുറപ്പെട്ടു. സമയം 5:16. അപ്പോൾ അങ്ങനെ നമ്മൾ വൈറ്റ്ഫീൽഡിൽ നിന്നും പുറപ്പെട്ടു. ഇനി നമുക്ക് അടുത്ത സ്റ്റോപ്പ് ബംഗാർപേട്ടാണ്. ബംഗാർപേട്ട് ഒരു ലോങ് നോൺ സ്റ്റോപ്പ് റണ്ണാണ്. അതിനിടയ്ക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ ഷെഡ്യൂൾഡായിട്ട് ഞാൻ നോക്കിയിട്ട് ക്രോസിംഗ് ഒന്നും കണ്ടില്ല. ഇവന്മാർ SMVTയിൽ വലിയ ടെർമിനൽസൊക്കെ പണിത് വെച്ചിട്ട് ട്രെയിൻ പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല. ഇങ്ങനെ കൊണ്ടുവന്ന് അവിടെ ഇവിടെയൊക്കെ തള്ളണം. വിജയവാഡ 39164 ആണ് ലോക്കോ. ട്രെയിൻ പാർക്ക് ചെയ്യാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഈ ട്രെയിനുകളൊക്കെ അവർ കാൻറ്റോൺമെൻറ്റിലും അതുപോലെ അവിടെ ഇവിടെയൊക്കെ കൊണ്ടുപോയിടുന്നത്. 33175 കണ്ടെയ്നർ റേറ്റാണ്. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ട്രെയിൻ പാർക്ക് ചെയ്യാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഇവർ അവിടെ ഇവിടെയൊക്കെ കൊണ്ടുപോയിടുകയാണ്. പിന്നെ എന്തിനാണോ പുതിയ ടെർമിനൽ പണിതത്? അപ്പോൾ സമ്മർ ആവാനായതുകൊണ്ട് സൂര്യൻ അസ്തമിക്കാൻ കുറച്ച് സമയം എടുക്കുന്നുണ്ട്. നമുക്ക് കുറച്ച് ഡേ ലൈറ്റും കൂടി കിട്ടും. ഇതാണ് ദേവനഗോന്ദി സ്റ്റേഷൻ. ദേവനഗോന്ദി സ്റ്റേഷനാണിത്. അവിടെയാണ് സ്റ്റേഷൻ മാസ്റ്റർ ഓഫീസൊക്കെ. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഒരു വലിയ പെട്രോളിയം സൈഡിങ് ഉണ്ട്. ഇവിടെ ഇപ്പോൾ ജോലാർപേട്ട് ബാംഗ്ലൂർ മെമു വരാനുണ്ട്. അതിനുള്ള യാത്രക്കാരാണ് വെയിറ്റിങ്. ഇത് 130 kmph ഫിറ്റ് സെക്ഷനാണിത്. എൻ്റെ അറിവിൽ എല്ലാ LHB ട്രെയിനും 130 kmph അലൗഡാണ് ഇവിടെ. ഇത് പുതിയ ബാംഗ്ലൂർ ചെന്നൈ എക്സ്പ്രസ് വേയുടെ വർക്കാന്ന് തോന്നുന്നു. അപ്പോൾ അതായിരുന്നു ജോലാർപേട്ട് KSR ബാംഗ്ലൂർ മെമു. ഇന്ന് നമ്മൾ ക്രോസ് ചെയ്ത മെമു എല്ലാം പഴയ മെമുവാണ്. നമ്മളങ്ങനെ 130 അടുത്തുകൊണ്ടിരിക്കുന്നു. ഇന്ന് വളരെ നല്ല കൺട്രോളിംഗ് ആണെന്ന് ഞാൻ പറഞ്ഞേ ഉള്ളൂ. വണ്ടി വന്ന് മാരളഹള്ളി സ്റ്റേഷനിൽ കിടക്കുകയാണ്. ഇത് ഹോൾട്ട് സ്റ്റേഷനാണ്. ഇതിന് മുമ്പിലത്തെ മാളൂർ സ്റ്റേഷനിൽ വണ്ടി ഇടുന്നത്. തേക്കലിൽ നിന്നില്ല, തേക്കലിൽ നിർത്തിയില്ല. ഇതിനുമ്പോൾ മാളൂരിൽ കുറച്ച് നേരം കിടന്നായിരുന്നു. ഇത് മാരളഹള്ളി വന്ന് കിടക്കുകയാണ്. എന്താണ് സംഭവം, എന്താണ് പരിപാടി എന്നറിയില്ല. അതിന് മുന്നിൽ ഫ്ലൈറ്റ് വല്ലതും പോയതാണെന്ന് അറിയില്ല. കാര്യം വേറെ എക്സ്പ്രസ് ട്രെയിനിലോ മെമു ഒന്നുമില്ല. ഞാനിപ്പോൾ ഇതെടുത്ത് നോക്കിയപ്പോൾ മീൻസ് ഇവിടെ ഹോൾട്ടുള്ള. ഇതാണ് നമ്മൾ നിർത്തിയിരിക്കുന്ന മാരളഹള്ളി എന്ന് പറയുന്ന സ്റ്റേഷൻ. അത്യാവശ്യം നല്ല കാറ്റുണ്ട്. ഇവിടെ സ്റ്റേബിളായിട്ട് നിൽക്കില്ല, നല്ല കാറ്റുണ്ട്. എന്തിനാണോ അവിടെ പിടിച്ചിട്ടിരിക്കുന്നത്? ഇതൊരു മാരിക്കുപ്പം കൃഷ്ണരാജപുരം മെമു ആണ്. മെമുവിന് ഇവിടെ സ്റ്റോപ്പില്ല, മാരളഹള്ളി സ്റ്റോപ്പില്ല. അപ്പോൾ അങ്ങനെ നമ്മുടെ കർണാടകയിലെ അവസാനത്തെ സ്റ്റോപ്പായ ബംഗാർപേട്ടിലേക്ക് എത്തുകയാണ്. നമ്മുടെ അടുത്ത സ്റ്റോപ്പ് കുപ്പം ആന്ധ്രാപ്രദേശിലാണ്. ആന്ധ്രയിൽ നിന്ന് നമ്മൾ നേരെ തമിഴ്നാട്ടിലേക്ക് കയറും.
നമ്മൾ കർണാടകയിലെ ലാസ്റ്റ് സ്റ്റോപ്പാണിത്. വണ്ടി അത്യാവശ്യം ലേറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂറിനടുത്ത് ലേറ്റാണ്. നമ്മൾ കൃഷ്ണരാജപുരമൊക്കെ വിടുമ്പോൾ ആകെ 5 മിനിറ്റ് ആയിരുന്നു ലേറ്റ്. അതിപ്പോൾ ഏകദേശം അരമണിക്കൂറായിട്ടുണ്ട്. കാരണം നമ്മൾ ഇവിടം കഴിഞ്ഞിട്ട് എന്താ പറയുന്നത്, വൈറ്റ് ഫീൽഡ് കഴിഞ്ഞിട്ട് മാളൂരും പിന്നെ മാരലഹള്ളിയിലൊക്കെ കുറച്ച് നേരം കിടന്ന് സമയം കളഞ്ഞു. വണ്ടി ഇട്ടിട്ട് ലേറ്റ് ആക്കിയതാ, അല്ലാണ്ട് നാച്ചുറലി ഓടി വന്നപ്പോൾ ലേറ്റ് ആയതല്ല കേട്ടോ. പിടിച്ചിട്ട് വൈകിച്ചതാണ്. കൃത്യമായിട്ട് പറഞ്ഞ സമയം 6:15. ഞാൻ എല്ലാ പ്രാവശ്യം ബംഗാർപേട്ടിന് ഒരു സൈഡ് മാത്രമേ കാണിക്കാറുള്ളൂ. ഇതാണ് ബംഗാർപേട്ടിൻ്റെ മറ്റേ സൈഡ് കേട്ടോ. ഈ കാണുന്ന പ്ലാറ്റ്ഫോം കോലാർ ലൈനിലേക്കാണ് കണക്ട് ചെയ്യുന്നത്. ഇതിവിടുന്ന് നേരെ കോലാർ ലൈനിലേക്കാണ് കണക്ട് ചെയ്യുന്നത്. പിന്നെ പ്ലാറ്റ്ഫോം നമ്പർ എത്ര എനിക്കറിയില്ല. നമ്മൾ നിർത്തിയ പ്ലാറ്റ്ഫോം 2 ആയിരുന്നു. അപ്പോൾ ഇത് 1 ആയിരിക്കണം. അതിന് അപ്പുറത്തൊരു പ്ലാറ്റ്ഫോം ഉണ്ട്, അതിനിപ്പോൾ എന്ത് നമ്പറെന്ന് അറിയില്ല. അപ്പോൾ ഇതുവഴിയാണ് കോലാറിലേക്കുള്ള ട്രെയിനുകൾ. കോലാർ വഴി അങ്ങനെ പോയി നമുക്ക് ദേവനഹള്ളി അങ്ങനെ പോയി നമുക്ക് യലഹങ്ക പോയി കയറാൻ പറ്റും. അങ്ങനെ ഒരു ലൈനുണ്ട്. ആ ലൈൻ വഴി 1-2 പ്രാവശ്യം യാത്ര പ്ലാനൊക്കെ ചെയ്തു, പക്ഷെ നടന്നില്ല. അതൊക്കെ നടത്തിയെടുക്കാൻ നമുക്ക് ഒരു പ്രാവശ്യം വരണം. ഈ കാണുന്നതാണ് ബംഗാർപേട്ട്. ഈ ഓറഞ്ച് കളർ ബിൽഡിങ്ങാണ് ബംഗാർപേട്ടിലെ സ്റ്റേഷൻ ബിൽഡിങ്. 6:25 നമ്മൾ ബംഗാർപേട്ടിൽ നിന്ന് വിടുന്നു. 9 മിനിറ്റാണ് ഇവിടെ കിടന്നത്. ഫ്രണ്ടിൽ എന്തോ ഒരു വണ്ടി പോയിട്ടുണ്ട്. ഫ്രൈറ്റ് ആണോ എന്താണെന്നറിയില്ല. എക്സ്പ്രസ് ട്രെയിൻ ഞാൻ തപ്പിയിട്ട് കാണുന്നില്ല. എന്തോ ഒരു വണ്ടി ഫ്രണ്ടിൽ പോയിട്ടുണ്ട്. കാരണം നമ്മൾ കുറച്ച് നേരെ ഒരു ബ്ലോക്ക് സെക്ഷൻസ് നിന്നാണ് വരുന്നത്. ബംഗാർപേട്ടിൽ സാധാരണ ഇതിൽ ഡിന്നറൊക്കെ വരാറുണ്ട്. കയറ്റിയിട്ടുണ്ടാവും ഫുഡ് മിക്കവാറും. ഇതിൽ ഓൺ ബോർഡ് കാറ്ററിംഗ് ഉണ്ട്, ഒരു ഫുഡ് കയറ്റിയിട്ടുണ്ടാവും. ഒരു പതിയം താമസിയാതെ ചെന്നൈ സെൻട്രൽ, മൈസൂരു, അശോകപുരം ഇൻ്റർസിറ്റി വരുന്നുണ്ട്, അനൗൺസ്മെൻറ്റ് വരുന്നുണ്ട്. ഞാൻ ചുമ്മാ ഈ ട്രെയിനിൻ്റെ റണ്ണിങ് സ്റ്റാറ്റസ് ഒന്ന് ഹിസ്റ്ററി എടുത്ത് നോക്കുമായിരുന്നു. ഹിസ്റ്ററി എടുത്ത് നോക്കിയപ്പോൾ ഈ വണ്ടി എല്ലാ ദിവസവും ബംഗാർപേട്ട് മിനിമം 45 മിനിറ്റ് ലേറ്റാണ്. ആവറേജ് ഡിലേ അല്ല. കൺട്രോളിങ്ങിൻ്റെ കാര്യത്തിൽ ഇവർ നമ്മുടെ തിരുവനന്തപുരം ഡിവിഷൻ്റെ അപ്പനായിട്ട് വരും. അത് സത്യം കേട്ടോ. പിന്നെ വൈറ്റ് ഫീൽഡ് വരെ നമ്മൾ കറക്റ്റായിട്ടൊന്ന് പറയാൻ വിചാരിച്ചു നമ്മർ മര്യാദയ്ക്ക് ഹാൻഡിൽ ചെയ്യുന്നുണ്ടെന്ന്. ഒരു കാര്യം ഉണ്ടായില്ല. ആസ്ഥാനത്തായിരുന്നു അതിമോഹം. ബംഗാർപേട്ട കഴിഞ്ഞ് ഇനി കുപ്പത്താണ് നമ്മുടെ അടുത്ത സ്റ്റോപ്പ്. കുപ്പത്തിലേക്ക് എനിക്ക് വന്ന് ഇവിടുന്ന് ഒരു കഷ്ടിച്ച അരമണിക്കൂറിൻ്റെ ദൂരം. ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ കുപ്പം എത്തും. പിന്നെ അവിടുന്ന് ഒരു 40 കിലോമീറ്റർ ദൂരം ഉണ്ട് നമ്മൾ തിരുപ്പത്തൂരിലേക്ക്. ചെന്നൈ, അശോകപുരം, മൈസൂർ ഇൻ്റർസിറ്റി എക്സ്പ്രസ് ആണ്. അപ്പോൾ എനിക്കൊന്നും അത്രേ ഉള്ളൂ. നമുക്ക് പകലെടുത്തില്ല ക്രോസിങ്സ് കേട്ടോ. നമ്മളങ്ങനെ കുപ്പം സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. കുപ്പം ആന്ധ്രാപ്രദേശിലാണ്. നമ്മൾ ബംഗാർപേട്ട് കഴിഞ്ഞ് കുറച്ച് ദൂരം കഴിഞ്ഞപ്പോൾ നമ്മൾ ആന്ധ്രയിലേക്ക് കയറിയായിരുന്നു. നമുക്ക് ആന്ധ്രയിലെ ഏക സ്റ്റോപ്പാണ് കുപ്പം.
ഇത് കഴിഞ്ഞ് നമ്മുടെ അടുത്ത സ്റ്റോപ്പ് എന്ന് പറയുന്നത് തിരുപ്പത്തൂരാണ്, തമിഴ്നാട്ടിലാണ്. കുപ്പം എന്നാണ് സ്റ്റേഷൻ്റെ പേരെന്നുണ്ടെങ്കിലും കോഡ് KPN എന്നാണ്. അപ്പോൾ ഈ കുപ്പത്തിൽ എങ്ങനെയാണ് N വന്നത് എനിക്കറിയില്ല. KUPPAM എന്നാണ് സ്ഥലപ്പേര്. നമ്മളങ്ങനെ കുപ്പം സ്റ്റേഷനിലെത്തി. ആരും ഇറങ്ങാനോ കയറാനോ ഒന്നുമില്ല ഇവിടെ. സമയം ഇപ്പോൾ 6:52. ഇതാണ് കുപ്പം സ്റ്റേഷൻ മറ്റേ സൈഡ്. ഇവിടെ 2 പ്ലാറ്റ്ഫോം ലൂപ്പ് ലൈനിലാണ്. ഇവിടെ പതിയം താമസിയാതെ തിരുപ്പതി ബാംഗ്ലൂർ ഇൻ്റർസിറ്റി വരാനുണ്ട്. അതിൻ്റെ യാത്രക്കാരാണ് വെയിറ്റ് ചെയ്യുന്നത്. ആ ട്രെയിനിൻ്റെ ഡീറ്റെയിൽസ് അപ്പുറത്തെ പ്ലാറ്റ്ഫോമിൽ കാണിക്കുന്നുണ്ട്. 22617. അപ്പോൾ അങ്ങനെ നമ്മൾ പുറപ്പെടായി. സമയം ഇപ്പോൾ 6:54. നമ്മളൊരു അരമണിക്കൂർ ലേറ്റാണ്. ഇതാണ് പഴയ സ്റ്റേഷൻ ബിൽഡിംഗ്. നല്ല ഭംഗിയുള്ളൊരു സ്റ്റേഷൻ ബിൽഡിംഗ് ആയിരുന്നു. ഓപ്പറേഷൻസൊക്കെ തൊട്ടപ്പുറത്തുള്ള പുതിയ ബിൽഡിങ്ങിലേക്ക് മാറി. അപ്പോൾ ഇതാണ് പുതിയ ബിൽഡിങ്. അങ്ങനെ കുപ്പം സ്റ്റേഷൻ കഴിഞ്ഞു. നമുക്ക് എങ്ങനെ കാര്യങ്ങൾ നമുക്ക് നോക്കാം കേട്ടോ. ചിലപ്പോൾ തിരുപ്പത്തൂർ കാണിക്കും, അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നേരെ തൃശ്ശൂരായിരിക്കും കാണിക്കുന്നത്. നമുക്കത് എങ്ങനെയാണെന്നുള്ള നമുക്ക് കണ്ടറിയാം. ഒരു ക്രോസിംഗ് ഉണ്ട്. ഇത് ചെന്നൈ സെൻട്രൽ ഹുബ്ലി വീക്ക്ലി സൂപ്പർ ഫാസ്റ്റാണ്. നമ്മളിപ്പോൾ തിരുപ്പത്തൂരിലേക്ക് എത്തുകയാണ്. വളരെ ഇൻട്രസ്റ്റിംഗ്. നമ്മൾ അപ്പ് ലൈനിലെ പ്ലാറ്റ്ഫോമിലാണ് കൊണ്ട് കയറ്റിയിരിക്കുന്നത്. അപ്പ് ലൈൻ പ്ലാറ്റ്ഫോമാണിത്, ഡൗൺ ലൈൻ അല്ല. എന്താണ് പ്ലാറ്റ്ഫോം 2-ൽ കൊണ്ടാണ് കയറ്റിയിരിക്കുന്നത്. സാധാരണ ഈ വണ്ടി പ്ലാറ്റ്ഫോം 1-ലാണ് എടുക്കുന്നത്. കാര്യം അതാണ് ഡൗൺ ലൈൻ പ്ലാറ്റ്ഫോം. ഇതിപ്പോൾ നമ്മൾ ഡൗൺ ലൈനിൽ നിന്ന് അപ്പ് ലൈനിലോട്ട് കയറി അപ്പ് ലൈനിലെ പ്ലാറ്റ്ഫോമിലാണ് വന്നിരിക്കുന്നത്. ആക്ച്വലി നമ്മളെ കുറച്ച് നേരം മറ്റേ ജോലാർപേട്ട ബൈപ്പാസ് ക്യാബിൻ്റെ അടുത്തുള്ള സിഗ്നലിൽ കുറച്ച് നേരം നിർത്തിയായിരുന്നു. ആ സമയത്ത് നമ്മുടെ പൂനെ കന്യാകുമാരി ജയന്തി ജനത കയറിപ്പോയി. കാണാൻ പറ്റിയില്ല. ഞാൻ ജസ്റ്റ് വേറെ ട്രെയിനിൽ കൂടെ വണ്ടി പോകുന്ന വിവരം കിട്ടിയെന്നേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ടാണ് നമ്മളിങ്ങോട്ട് വന്നത്. ഈ പ്ലാറ്റ്ഫോമിലാണെങ്കിൽ തീരെ വെളിച്ചം പോലുമില്ല. വണ്ടി നിർത്തിയിട്ടുണ്ട്, തീരെ വെളിച്ചമില്ല. സംഭവം എന്താ വെച്ചാൽ അപ്പുറത്തെ പ്ലാറ്റ്ഫോമിൽ അവരൊരു ഫ്ലൈറ്റ് നിർത്തിയിരിക്കുകയാണ്. ഒരു ലോഡഡ് ബോക്സ് ആൻഡ് റേക്കാണ്. കാണാൻ പറ്റണോ എന്ന് എനിക്കറിയില്ല. ഒരു ലോഡഡ് ബോക്സ് ആൻഡ് റേക്കാണ് അപ്പുറത്തെ പ്ലാറ്റ്ഫോമിൽ നിർത്തിയിട്ടുണ്ട്. അതാണ് നമ്മളിപ്പുറത്ത് കയറ്റിയത്. അപ്ലൈനിൽ കൂടെ ട്രെയിൻ വരുന്നുണ്ട്. ഏതാണോ വണ്ടി? 3 ഫേസിലൊക്കെ എന്തായാലും.
ശബരി എക്സ്പ്രസ് ആണോ എന്നൊരു സംശയം. തിരുവനന്തപുരം ഡിവിഷൻ്റെ ആണ് ബോർഡ്. ഫസ്റ്റ് AC ഉണ്ടോ നോക്കട്ടെ. ശബരി എക്സ്പ്രസ് ആണ്. യെസ്, തിരുവനന്തപുരം സെക്കൻഡറാബാദ് ബോർഡും കണ്ടു. ഇവിടെ വെച്ച് നമുക്കൊരു ഓവർടേക്കും കൂടി ഉണ്ട് കേട്ടോ. ശരിക്കും നമ്മൾ ഔട്ടറിൽ വെച്ച് നമ്മൾ ജയന്തിയാനത് ഓവർടേക്ക് ചെയ്തായിരുന്നു. ഇപ്പോൾ ചെന്നൈ മാംഗ്ലൂർ സൂപ്പർ ഫാസ്റ്റ് നമ്മൾ ഓവർടേക്ക് ചെയ്യും. റോയപ്പുറത്തിനല്ലോ പോയിരുന്നു. എൻ്റെ പ്രിയപ്പെട്ട ട്രെയിനുകളിലൊന്നാണിത്. ചെന്നൈ സെൻട്രൽ മംഗളൂരു സൂപ്പർ ഫാസ്റ്റ്. ഇന്ന് ഒരുപാട് പ്രാവശ്യം ഞാൻ ട്രാവൽ ചെയ്തിട്ടുള്ളത്. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ട്രെയിനാണിത്. അപ്പുറത്ത് തന്നെ എന്തോ സ്പീഡ് റെസ്ട്രിക്ഷൻ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ 8:05 നമ്മൾ തിരുപ്പത്തൂരിന് പുറപ്പെട്ടു. ഇനിയിപ്പോൾ അടുത്ത സ്റ്റോപ്പ് ഏകദേശം 9:45 സേലത്താണ്. അതുവരെ ഞാൻ ഉണർന്നിരിക്കില്ല. കാര്യം രാവിലെ 2:45 എണീക്കേണ്ടതുണ്ട്. ഇപ്പോൾ പോയി കിടന്നാൽ എനിക്കൊരു 6 മണിക്കൂറിൻ്റെ ഉറക്കം കിട്ടും. അതുകൊണ്ട് ഞാനിപ്പോൾ പോയി കിടന്ന് ഉറങ്ങിയിട്ട് നാളെ രാവിലെ നമ്മൾ തൃശ്ശൂർ എത്തുന്ന വിഷ്വൽസാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. തൃശ്ശൂർ സ്റ്റേഷൻ എൻട്രിയും ഓക്കെ. പിന്നെ കഴിഞ്ഞിട്ട് കാരാണ്ട് പറഞ്ഞായിരുന്നു നമ്മൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ബസ്സിന് യാത്ര തുടരുമ്പോൾ അതും കൂടി ഒന്ന് കാണിക്കണം, എന്നാലേ ഞങ്ങൾക്ക് ക്ലോഷർ കിട്ടുള്ളൂ എന്നുള്ളത്. അഡ്മിറ്റ് ശരിയാണത്. അപ്പോൾ അതുകൊണ്ട് തൃശ്ശൂരിൽ നിന്ന് ബാക്കി കണ്ടിന്യൂവേഷൻ ബസ്സിനാണ് പോകുന്നത്. അതും കൂടി വീഡിയോയിൽ കാണിച്ചേക്കാം. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഞാൻ പോയി കിടന്ന് ഉറങ്ങാൻ പോവാണ്. ഞാൻ ഉറങ്ങിയില്ലെങ്കിലും ഞാൻ സ്ഥലം കാണിക്കേണ്ടാവില്ല. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. Much later. അപ്പോൾ അങ്ങനെ നല്ലൊരു അടിപൊളി ഉറക്കമൊക്കെ ഉറങ്ങി നമ്മളത് പൂങ്കുന്നം സ്റ്റേഷൻ എത്തിയിരിക്കുകയാണ്. അധികം താമസിച്ച് തൃശ്ശൂർ എത്തുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മുടെ സ്വന്തം തൃശ്ശൂരിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് പുറത്തിറങ്ങിയിട്ട് KSRTC ബസ് സ്റ്റാൻഡിലേക്ക് പോകണം. അവിടെ നിന്നാണ് പെരിന്തൽമണ്ണയ്ക്കുള്ള നമ്മുടെ ബസ്. മൂന്ന് 17 നമ്മൾ തൃശ്ശൂരെത്തി. വണ്ടി ഏകദേശം 20 മിനിറ്റോളം ലേറ്റാണ്. നമുക്കെന്താ പിന്നെ പതുക്കെ ഒരു ചായ കുടിച്ചിട്ട് ബസ് സ്റ്റാൻഡിലേക്ക് പോകാം. ഞാൻ നടന്ന് തിരിച്ച് ചായക്കടയിൽ എത്തിയിട്ട് പോലില്ല. അതിന് മുമ്പ് വണ്ടി പുറപ്പെട്ടു കഴിഞ്ഞു. വളരെ പെട്ടെന്നായിരുന്നു കാര്യങ്ങൾ. നമ്മുടെ പുറകിൽ ഹംസഫർ എക്സ്പ്രസ് ഇവിടെ എത്താറായി. എൻ്റെ കോച്ച് പൊസിഷൻ അല്പം മുമ്പ് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ തൃശ്ശൂർ സ്റ്റേഷൻ്റെ പാലക്കാട് എൻഡിലുള്ള ഈ ട്രൂലി സൗത്ത് എന്ന സാധനത്തിൽ ചായ കുടിക്കാറ്. കാര്യം നല്ല ചായ എടുത്ത. ഇതാണ് ഞാൻ പറഞ്ഞ ചായക്കട. ട്രൂലി സൗത്തിൻ്റെ ഒരു ഔട്ട്ലെറ്റ് ഉണ്ട്.
ഇവിടെ സാധനം അടിച്ച ചായ കിട്ടും. ഇവിടെ സാധനം ടീ ബാഗ് ചായ അല്ല, അടിച്ച ചായ കിട്ടും. ഞാൻ ഇവിടെ വന്നാൽ കുടിക്കാറ്. തൃശ്ശൂർ സ്റ്റേഷൻ ഉറങ്ങുകയാണ് സുഹൃത്തുക്കളെ. തൃശ്ശൂർ സ്റ്റേഷൻ ഉറങ്ങുകയാണ്. ഏർലി മോർണിംഗ് അല്ലേ. ആ ലൈനിൽ ഇങ്ങോട്ട് ബ്ലോക്ക് ടൈമാണ്, എറണാകുളം സൈഡിൽ നിന്ന് ഇങ്ങോട്ട്. ചായയുടെയൊക്കെ കഴിഞ്ഞു. ഇനി അടുത്ത പണി എന്ന് പറയുന്നത് KSRTC സ്റ്റാൻഡിലൂടെ നടക്കലാണ്. നല്ല ചൂടിവിടെ. നല്ല ചൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പെരിന്തൽമണ്ണയിലൊക്കെ രാവിലെ ഈ സമയത്തൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ ചെറിയൊരു തണുപ്പുണ്ടാവും, മഞ്ഞുണ്ടാവും. ഇവിടെ ഒട്ടുമില്ല, ഇവിടെ നല്ല ചൂടായി. അപ്പോൾ ഞാനങ്ങനെ KSRTC ബസ് സ്റ്റാൻഡിലെത്തി. KSRTC ബസ് സ്റ്റാൻഡ് പൊളിച്ചിട്ടിരിക്കുക റീഡെവലപ്മെൻറ്റിന് വേണ്ടി. അപ്പോൾ ഇപ്പോൾ താൽക്കാലിക ബസ് സ്റ്റാൻഡായിട്ട് പഴയ ഗ്യാരേജ് എന്ന സ്ഥലത്ത് അവരൊരു ഓഫീസുമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ഈ ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ. ഇനി ബസ് സ്റ്റാൻഡിന് ഏത് കാലത്ത് പണി തീർന്ന് തുറക്കുമെന്ന് അറിയില്ല. ഗുരുവായൂർക്കുള്ള SCTC ആയിരുന്നു പോയത്. ഇനിയിപ്പോൾ ഇവർ പണി കഴിഞ്ഞ് ഏത് കാലത്ത് തുറക്കുമോ ആവത്. നമ്മുടെ ട്രെയിനിന് തൊട്ട് പുറകെ ഒരു ഹൗറ എറണാകുളം ദുരന്തം ഉണ്ടായിരുന്നു. ആ ദുരന്തം വന്നതിൻ്റെ ആൾത്തിരക്കാണ് ഈ കാണുന്നത്. ബസ് സ്റ്റാൻഡ് നിറച്ച് വേറൊരു സംസ്ഥാനമായി മാറി. മീൻവെൽ നമ്മുടെ വണ്ടി ഇപ്പോൾ പുതുക്കാട് ബസ് സ്റ്റാൻഡ് എത്തുന്നുണ്ട്. ഇത് KSRTC അയച്ചുന്ന ട്രാക്കിംഗ് ലിങ്കാണിത്. അല്ല, വണ്ടി പുതുക്കാട് ബസ് സ്റ്റാൻഡ് എത്തുന്നു എന്നാണ് കാണിക്കുന്നത്. ഇവിടെ 4:10 നിൽക്കുന്നത്. 3:42 ആയിട്ടുള്ളൂ. 4:10 ആകുമ്പോഴേക്ക് എത്തും തോന്നുന്നു വണ്ടി ഈ പോക്ക് കണ്ടിട്ട്. മീൻവെൽ നമ്മുടെ വണ്ടി താഴ്ത്തി 8469 ഇത് തന്നെ. ഇതാണ് നമ്മുടെ വണ്ടി. 4:10 ഇവിടുത്തെ ടൈം. 4:06 വന്ന് അടിപൊളി. ഇങ്ങനെ പക്കാ ടൈമിങ്. ഇതിന് മുമ്പ് ഞാൻ ഒരു പ്രാവശ്യം ഇതിന് ബുക്ക് ചെയ്തപ്പോഴാണ്. പക്കാ ടൈമിംഗ് ആയിരുന്നു വണ്ടി. നല്ല ക്രൂ ആണ്. ഇങ്ങനെ പക്കാ ടൈമിംഗ് വരുന്ന ബസ്സെല്ലാം ഞാൻ വേറെ കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്ക് അതൊക്കെ വണ്ടിയൊക്കെ അറിയാം. അങ്ങനെ ഞാൻ പെരിന്തൽമണ്ണയിൽ എത്തിയിട്ടോ. എന്നെ വിട്ടിട്ട് ബസ് പോകുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ. ഈ വീഡിയോ മുഴുവൻ നിങ്ങൾ കണ്ടിട്ടാവുന്ന വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടണമെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കമൻറ്റ് സജഷൻസൊക്കെ രേഖപ്പെടുത്തുക. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണാം. ദിസ് ഇസ് ബിനയ് ശങ്കർ സൈനിങ് ഓഫ് ഫ്രം പ്ലാറ്റ്ഫോം 7. See you again in another video. Until then, bye-bye.